നല്ല ഒരു പ്രഭാതം, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു പകല് കൂടെ നമുക്ക് തരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതിന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിന്റെ ആസി പറഞ്ഞ പോലെ പ്രതിസന്ധികളുണ്ട്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ഈ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്, ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ കഴിഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ട്യൂമർ, എൻ്റെ കോളൻ എന്ന് പറയുന്നത് മലദ്വാരമാണ്. അവിടെ ഒരു വലിയ ട്യൂമർ, ഒരു ഓറഞ്ചിന്റെ സൈസിലുണ്ടായി. ഇത് പൈൽസ് ആണെന്ന് കണ്ട് 2 വർഷം നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അതൊരു ട്യൂമറായിരുന്നു. ആ ട്യൂമർ വാസ്തവത്തിൽ ഉള്ളത് കൊണ്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് രാത്രി 12 മണിക്കാണ്. ഇത് പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് ബേസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ചു. അപ്പൊ പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്ത് ബൈപ്പാസ് ചെയ്തോട്ട് അവരൊരു കൊളോസ്റ്റമി എന്നാ ഓപ്പറേഷന്റെ പേര്. ആ കൊളോസ്റ്റമി എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്ത മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാം, കുടലിന്റെ അവിടെ, നമ്മുടെ പുക്കിളിന്റെ അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് ഇടത്തോട്ട് മാറി പിന്നെ നമ്മുടെ കുടലിന്റെ ആ മൂലയ്ക്കൊരു ഇങ്ങനെ ഒരു മുറിവ് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതാണ് ഇപ്പൊ നമ്മുടെ താൽക്കാലിക ഒരു മലദ്വാരം പോലെ പ്രവർത്തിക്കുന്നത്. അവിടെ ഒരു ബേസ് ഒട്ടിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ബാഗ് വെക്കും. അപ്പൊ ഈ മോഷൻ ശരിക്കും ആ ബേസിനകത്തോട്ട് വരും. അതിനൊരു കുഴിയുണ്ട്. ആ കുഴി വന്നിട്ട് ബാഗിനകത്തോടെ വരുമ്പോൾ നമ്മൾ ഈ ബാഗ് വൃത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇന്നലെ രാത്രി വെളുപ്പിന് 3 മണിയായപ്പോൾ ഇത് പിന്നെ ലീക്ക് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ എല്ലാം റെഡിയായി, മെസ്സേജ് ഒക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എൻ്റെ സ്കേർട്ടിൻ്റെ ഇവിടെ നനയുന്ന പോലെ എനിക്ക് തോന്നി. 8:30 ആയതേ ഉള്ളൂ. പെട്ടെന്ന് ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മോളുണ്ട്, ദൈവം അവൾക്കൊരു കൃപ കൊടുത്തിട്ടുണ്ട്. ഇതാ കാറ്റാസ് ആശുപത്രിയിൽ ഒറ്റ കൊച്ചിന് മാത്രം ചെയ്യാവുന്ന, പക്ഷേ ഈ കുഞ്ഞിന് ദൈവം കൃപ കൊടുത്തു. ഞാൻ പറഞ്ഞു മോളെ ഓടി വരാൻ പറഞ്ഞു. വന്ന് ഞങ്ങൾ ആ ബാഗ് മാറി. പിന്നെ തൽക്കാലം ഒരു ടെമ്പററി ബാഗ് വെച്ച്, ഞാൻ മറ്റേ ബാഗ് ഒട്ടിക്കാൻ നേരമില്ല, ഒരു ടെമ്പററി ബാഗ് വെച്ചിട്ട് എല്ലാം വൃത്തിയായിട്ട് ഞാൻ പിന്നെയും കയറിയിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, ഈ ട്യൂമർ ദൈവത്താൽ മാറ്റപ്പെടണം. അല്ലെങ്കിൽ ഈ കീമോ കൊണ്ട് അത് ചുരുങ്ങിപ്പോയിട്ട് ഈ സ്റ്റോമ റിവേഴ്സ് ചെയ്യാന്ന് അവർ പറയും. തിരിച്ചത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അത് നോർമലാക്കിയിട്ട് സാധാരണ നമ്മൾ പോകുന്ന പോലെ വിസർജ്യത്തിനുള്ള ഇതുണ്ടാകണം. അതെൻ്റെ ഒരു വലിയ പ്രാർത്ഥനയാണ്. വേലയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട്. ഇതിങ്ങനെ വയറ്റത്തിരിക്കുമ്പോൾ എപ്പോഴാണ് ഇത് ലീക്ക് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല, എപ്പോൾ ഇനി ഒരു ഇളക്കം വരുന്നത്. ഇന്ന് രാവിലെ ഞാൻ പോയി ബ്ലഡും ഒക്കെ കൊടുത്തേച്ച് വന്നതാണ്. വന്നിവിടെ എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വെച്ചാൽ എല്ലാം കുടിച്ച് ഞാൻ ഇവിടെ ഇരിക്കുകയും പെട്ടെന്ന് മോൻ എന്നോട് വിളിച്ച് വർത്താനം പറഞ്ഞമ്മേ കയറാറായോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം കയറും, 8:45 ഞാൻ കയറുമെന്ന് പറയുകയും ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഈ പാവാടയുടെ ഇവിടെ ഒരു നനവാണ്. ഇനി മോളെ വിളിച്ച് ഓടിവാ എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ അത് ലീക്ക് ചെയ്യുന്നുണ്ട് പെട്ടെന്ന്. അതുകൊണ്ടാണ് കയറാൻ താമസിച്ചത്. അല്ലെ 8:45 ഞാൻ കയറിയേനെ. ഇനി അതൊന്നും സാരമില്ല. കാൽവറി കുലമരത്തിൽ മാനകുലത്തിന്റെ എന്റെയും നിങ്ങളുടെയും പാപത്തിനു വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്ത ആ കർത്താവിന് നമുക്ക് വേണ്ടി അനുഭവിച്ചത് ഓർത്തു കഴിഞ്ഞാൽ നമ്മളിന്ന് അനുഭവിക്കുന്നൊന്നും സാരമില്ല. ഒന്നേ ഞാൻ പറയാറുള്ളൂ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരാൻ ഞാൻ കാക്ഷിക്കുന്നു, അത് അത്യുത്തമം. എന്നാൽ എൻ്റെ വേലയ്ക്ക്, ഞാൻ ശരീരത്തിൽ ഇരിക്കുന്നെങ്കിൽ എൻ്റെ വേലയ്ക്ക് പ്രയോജനം ചെയ്യണം. അതുമാത്രം ഞാൻ ദൈവത്തോട് പറയുന്നു. ശരീരത്തിൽ ഞാൻ ഇരിക്കുകയാണ്, എൻ്റെ വേലയ്ക്ക് പ്രയോജനം ചെയ്യും. ഇവിടെ എന്നെ കാണാൻ വരുന്നവർ, എനിക്ക് കഴിഞ്ഞ ഒരു ഇടയ്ക്ക് 10-30 പേര് അവരെ വചനം പറയാനും രക്ഷയിലേക്ക് നയിക്കാനും ദൈവം എന്നെ സഹായിച്ചു. ഹോസ്പിറ്റലിൽ ചെന്ന് വീൽ ചെയർ ചെയ്യുന്ന കുഞ്ഞുങ്ങളോട് സുവിശേഷം പറയും. അവർ ദൈവകൃപ വന്നു. അവിടെ ഇവിടെ ഒരു കീമോ പോർട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ ചെയ്യുന്ന 5FU കീമോയ്ക്ക് ഒരു കുപ്പിയിൽ ഇങ്ങനെ ഇത് കൊണ്ടുവന്നിട്ട് ഇവിടോട്ടാണ് സൂചി കുത്തിയിടുന്നത് 46 മണി. ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ കിടക്കുന്ന സമയത്തും ഒരു പയ്യൻ കിടന്ന് വെള്ളം വെച്ചു. അവനൊരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. അവനോട് സുവിശേഷം പറഞ്ഞു, അവനും രക്ഷയിലേക്ക് വന്നു. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, ദൈവപ്രവൃത്തി. ഇവിടെ ഒരു അത്ഭുതം നടന്നു. ഒരു രാത്രി സ്വർഗം ഇത് റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ കാരിത്താസ് ഹോസ്പിറ്റലിലെ കീമോ വാർഡ് കാലിയാക്കണം. അവിടുത്തെ ഈ ക്യാൻസർ വാർഡ് കാലിയാക്കണം. അവിടെ പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ നടക്കണം. നമ്മളിൽ കൂടെ ദൈവം ഇത് ചെയ്യാൻ പോകുന്നത്. അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തി കൊണ്ട് അവൻ തൻ്റെ വചനത്തെ ഉറപ്പിച്ച്. നമ്മുടെ പ്രസംഗമല്ല, നമ്മൾ പ്രാർത്ഥിച്ച, ഞാൻ ഇവിടെ ഇരുന്ന് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പറയും, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഒരു 3 പേര് ഓൺ ദ സ്പോട്ട്, 2 പേര് ഓൺ ദ സ്പോട്ട് സൗഖ്യമായി. വേറൊരാളുടെ ഒരു വിഷയം പ്രാർത്ഥിക്കാൻ വിതിൻ സെക്കൻഡിനകം നടന്നു. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ വിറയ്ക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം മനസ്സിലായോ യേശു ആരാണ്. അപ്പൊ വേലയ്ക്ക് പ്രയോജനം ചെയ്യണം, അല്ലാതെ വേറൊന്നും നമുക്കില്ല.
ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം ഇതാണ്. എസ്തറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. മൊർദെഖായി നിലവിളിച്ചു, ആ രട്ടും വീണ്ടും വേറെ വസ്ത്രം കൊടുത്തയച്ചു. ഇതൊന്നും മൊർദെഖായി സ്വീകരിച്ചില്ല. എന്നിട്ട് എസ്തറിനോട് പറയുന്ന ഒരു കാര്യം, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, എന്നാൽ നീ നിന്റെ പിതൃഭവനവും നശിച്ചു. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം. ലൈനിലുള്ള എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ സഹോദരിമാർ എഴുന്നേറ്റ് വരണം. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, തനാസി മരിക്കത്തില്ല നിശ്ചയം. യൗവനക്കാര് സഹോദരിമാരുടെ ഒരു തലമുറ എഴുന്നേൽപ്പിക്കാൻ ദൈവം കണ്ടാണ്. യൂത്തിന് വേണ്ടി ഇപ്പം നമ്മളൊരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. ഡിസംബർ 14-ാം തീയതി ഇവിടെ മാങ്ങാനം ബദൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അരമന അവരുടെ മർത്തമക്കാരുടെ അരമനയാണ്. അതിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് 14 യൂത്ത് രാവിലെ 9 തൊട്ട് 5 വരെ യൂത്തിന് വേണ്ടി. ആ കൂട്ടത്തിൽ സഹോദരിമാരും എഴുന്നേറ്റ് വന്നേ മതിയാകത്തുള്ളൂ. കാരണം സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തട്ടും. സ്ത്രീയുടെ സന്തതി. സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചപ്പോൾ എൻ്റെ തമ്പുരാന്റെ ഒരു തീരുമാനമാണ്, ആ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയിൽ. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ സ്ത്രീയെ വഞ്ചിച്ചെങ്കിൽ ആ സ്ത്രീയിൽ നിന്ന് പുറപ്പെടുന്നത് അത് സർപ്പത്തിന്റെ തലയെ തകർക്കുന്നതായിരിക്കണം. യേശുവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇന്ന് ദൈവത്തിന്റെ മക്കളും അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളും ആണെങ്കിൽ നമ്മളിൽ കൂടെ പ്രവൃത്തി തികച്ചെടുക്കണം. നമ്മൾ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് IPC എന്നോ ചർച്ചക്കൂടെന്നോ AG എന്നോ BG എന്നോ CG എന്നോ ഒന്നുമില്ല. ദൈവരാജ്യം നമ്മുടെ അപ്പൻ്റെ, അതിനകത്ത് നമ്മളെല്ലാം വേലക്കാരൻ. ഇവിടെ എല്ലാവരും ഫേബ ഇത് ചെയ്യുന്നെങ്കിൽ ഫേബയെ ദൈവം അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. ഇതിനകത്ത് കൂടെ നിൽക്കുന്ന എല്ലാവരും ഇത് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ആ കാഴ്ചപ്പാടിൽ നമ്മൾ നിന്നേ മതിയാകത്തുള്ളൂ. അപ്പോ എസ്തേറിനോട് ചോദിച്ച ഒരൊറ്റ ചോദ്യം, ആ ഒരൊറ്റ പദം മാത്രം എടുത്ത് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ കർത്താവ് ശരണപ്പെടുക. ഈ ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കാണ്? അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ഒറ്റ പദം ഇന്നലെ രാവിലെ എന്നോട് മിനിഞ്ഞാന്ന് രാവിലെ ദൈവം സംസാരിച്ചു. പൊസിഷൻ. നമ്മളെ ഒരു പൊസിഷനിലാക്കിയിരിക്കുന്നെങ്കിൽ ആ പൊസിഷനെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഒരു പൊസിഷൻ നമ്മളെ, യുവർ പൊസിഷൻ, വാട്ട് ഈസ് യുവർ പൊസിഷൻ കേൾക്കേണ്ടത്. നമ്മൾ പറയുമ്പോൾ മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രിയാണ്, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ സൂപ്രണ്ട് ഓഫ് പോലീസാണ്. ഏതൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ അതിനൊരു പ്രൊവിഷൻ ഉണ്ട്. ഫോർ എവറി പൊസിഷൻ ദർ ഇസ് എ പ്രൊവിഷൻ. അത് നമ്മൾ പഠിക്കേണ്ടി. നമുക്കറിയാം, കൂടെ തുടങ്ങി നമ്മൾ നോക്കുകയാണെങ്കിൽ പുറപ്പാട് പുസ്തകം എടുത്ത് പഠിക്കുന്നുണ്ടേ, യോസഫിനെ അറിയാത്തൊരു രാജാവ് അന്ന് മിസ്രൈമിലുണ്ട്. യോസഫിനെ അറിയാത്ത ഒരു രാജാവ് വന്നെന്ന് പറയുമ്പോൾ നമ്മൾ അതെടുത്ത് പഠിക്കുന്നുണ്ടേ, ആ യോസഫിനെ അറിയാത്ത രാജാവ് നോക്കുന്ന ഉടനെ ഈ 73 പേരോ മറ്റോ ആണ് ഈ യാക്കോബിന്റെ കുടുംബത്തിൽ നിന്ന് അവിടെ വന്നത്, യോസഫ് ഉൾപ്പെടെ. അപ്പൊ യോസഫിനെ അറിയാത്ത ഒരു രാജാവ് വന്നു. അപ്പൊ അതിനു മുമ്പ് 7-ാമത്തെ പുറപ്പാട് 1:7 പറയാണ്, ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി, വർദ്ധിക്കുന്നു, പെരുകുന്നു, ബലപ്പെട്ടു. ഉണ്ടോ? വർദ്ധിക്കുക, പെരുകുക, ബലപ്പെടുക, ക്ഷീണിച്ചു പോവല്ല. ഇത് കണ്ടോ? ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ഇന്നലെ ഞാൻ വിമർശനത്തിനുള്ള ആളല്ല, വിമർശനമൊന്നൊരു ശുശ്രൂഷ നമുക്ക് തന്നിട്ടുമില്ല. പക്ഷേ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി തളർന്ന് 4 വർഷം കിടന്നിട്ട്, അവർ പെന്തിക്കോസ്തി വരുന്നവരാരെന്നാ പറയുന്നത്, ഒന്നും എനിക്കറിയത്തില്ല. അവരെ പോവുകയോ കാണുകയോ അടക്കുകയോ ചെയ്യാഞ്ഞിട്ട് സമുദായക്കാർ കൊണ്ടുപോയി ശവം അടക്കി. അവരുടെ കുടുംബത്തിലുള്ളവരെല്ലാം സമുദായത്തിലേക്ക് പോയി. ഏകദേശം 4500-ലധികം ആളുകൾ ഇന്ന് നമ്മുടെ ദൈവകൃപ വന്നിട്ട് തിരിച്ചു പോകുന്നെന്ന് പറയും. ജനം കാണുന്ന താൽക്കാലികമായുള്ള കാര്യങ്ങളാണ്. ഒരു കാര്യം വിളിച്ചോടനെ ഓടി ചെന്നില്ല, അല്ലെ പറഞ്ഞില്ല, ചെയ്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവര് അസ്വസ്ഥമാകും. പക്ഷെ ഇവിടെ നോക്കിക്കേ, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. നമ്മൾ താമസിക്കുന്ന ദേശം ദൈവജനത്തെ കൊണ്ട് നിറയണം. നിറയ്ക്കല്ല, ചോർത്തിക്കളയാനല്ല, പിടിച്ചോണ്ട് പോകാനല്ല, നിറയ്ക്കണം, നിറയണം.
അനന്തരം യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി. അവൻ തന്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയും ഉള്ളവരാകുന്നു. കേട്ടോ, ഈ ജനം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയും ഉള്ളവരാണ്. അതാ ഡിഫറൻസ്. സ്റ്റോമയുടെ ബാഗ് അവിടെ ഉണ്ട്, സ്റ്റോമ ലീക്ക് ചെയ്യുന്നു, പ്രശ്നങ്ങളുണ്ട്. ഒരു ബാഗ് മാറണമെങ്കിൽ 3000 റുപ്പീസ് ആകും. ആ ബാഗിന് ഭയങ്കര വിലയുള്ളത്. പ്രശ്നങ്ങളുണ്ട്, ശാരീരികമായിട്ടുണ്ട്, പിന്നെ സാമ്പത്തികമായിട്ടുണ്ട്. ഇതൊന്നും സാരമില്ല. ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താന്ന് ചോദിച്ചാൽ അവർ നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയും ഉള്ളവർ. സ്റ്റോമ അവിടെ ഇരിക്കട്ടെന്നേ. നീ പറയുമ്പം, നീ പറഞ്ഞ രോഗി സൗഖ്യമാകും. ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ വന്നു. വൈകിട്ട് ഉച്ചയ്ക്കോട്ട് പുള്ളിക്ക് ഹിക്കപ്പ. ഈസ് എ കാത്തലിക്. ശ്വാസം വേണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, പോനെ ഒരു മിനിറ്റ്, ഞാൻ എന്നെ കാണാൻ വന്ന ഒരാളെ കാണാൻ ഈ പയ്യൻ വന്ന്. ഞാൻ ചോദിച്ചു, ഒറ്റ സെക്കൻഡ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ചു, ഒരു തവണ വെള്ളം പ്രാർത്ഥിച്ചു. ഓൺ ദ സ്പോട്ട് അവന്റെ ഇക്കള് നിന്നു. അവൻ ലോകത്തിലുള്ളവരോടെല്ലാം പറഞ്ഞുകൊണ്ടാണ്. അവൻ എന്റെ പ്രസംഗം കേൾക്കാൻ ഇരുന്നിട്ടല്ല. നീ വിരല് ചൂണ്ടിയാൽ ഭൂതങ്ങൾ അലറി ഓടണം. നീ വിരല് ചൂണ്ടിയാൽ രോഗികൾ സൗഖ്യമാകണം. അപ്പൊ നോക്കിക്കേ, അവര് നമ്മളെക്കാൾ, ജാതികൾ പറയാണ്, യോസഫിനെ അറിയാത്ത രാജാവ് പറയാണ്, അവര് നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയും ഉള്ളവൻ. നമുക്ക് ദൈവം എന്തോ തന്നെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ആ ശക്തിയാണ് നമ്മളിലുള്ളത്. അത് നമ്മളെ ക്ഷീണിപ്പിക്കത്തില്ല. ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ ആര് പറഞ്ഞാലും സൂം എടുക്കും. കാരണം എവിടെ ഒരു അനക്കം ഉണ്ടെങ്കിൽ യേശുവിനെ പറയും, വേറൊന്നുമില്ല. അവൻ എന്നെ ഇതിനകത്ത് കൊണ്ട് പിന്നെ പൗലോസിനെ തടവിലാക്കിയ പോലെ എന്നെ മുറിക്കകത്ത് 3.5 കൊല്ലമായിട്ട് ഇതിനകത്ത് ഒതുക്കി ഇരുത്തിയേക്ക്. ബാഗ് ഉള്ളതുകൊണ്ട് യാത്ര പോലും ചെയ്യാനൊക്കത്തില്ല. രോഗത്തെ കഴിഞ്ഞ് ബുദ്ധിമുട്ടി. ബാഗ് ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്, നീ അടുത്ത ദൈവം അനുവദിച്ചാ നാളെ പോകുന്നു. നാളെ ഈ സമയത്ത് ആശുപത്രിയില ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് കീമോ പറയുക, 12ാമത്തെ കീമോയാ. കുപ്പിയും തൂക്കിയിട്ട് നാളെ വൈകുന്നേരം വന്ന 3 ദിവസം ഈ കുപ്പി ഇവിടെ തൂങ്ങിക്കിടക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ശുശ്രൂഷിക്കുന്ന 13ാം തീയതി ഇതുപോലെ കീമോ ബോട്ടിൽ കിടക്കുമ്പോഴേ ഞാനൊന്ന് ശുശ്രൂഷിച്ചു. ഇതൊന്നും സാരമില്ല. അവരെക്കാൾ നമ്മള് ബാഹുല്യവും ശക്തിയുള്ളവരാണ്. എന്നിട്ട് യോസഫിനെ അറിയാത്ത രാജാവ്, അവര് പെരുകിയിട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതി ഈ രാജ്യം വിട്ടുപോയിക്കളയാൻ സംഗതി വരാതിരിക്കേണ്ടതിന്. കണ്ടോ, ഇവൻ വിട്ടുപോകരുത്. അതാണ് 130 വർഷത്തിലധികം അവിടെ ആയിരിക്കുന്നവരെ ഇവരെ കൊണ്ടായി പണിയിക്കുന്നത്, ഇവരെ കൊണ്ട് ജോലിയെല്ലാം ചെയ്യിക്കുന്നത്. അവര് പോയിക്കളയാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായിട്ട് പെരുമാറുക. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഉണ്ടോ, നാം ബുദ്ധിയോടെ പെരുമാറും. ഫറവോൻ ആദ്യം ചെയ്തത്. അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിവിചാരന്മാരാക്കി, അപ്പോയിന്റഡ് ഏജൻസ്, എന്നെ ദണ്ണിപ്പിക്കാൻ. ഞാൻ ഇന്ന് പറഞ്ഞു, ഈ മോളോട് പറഞ്ഞു, അവളൊരു ദൈവകൃപയുള്ള കുഞ്ഞാ. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കണം, നിന്റെ കയ്യാൽ ദൈവകൃപ വ്യാപരിക്കുന്നു. ഈ കാറ്റാസിലെ ആ സിസ്റ്റർ പറഞ്ഞു, ആന്റി ഞാൻ ഒരു വർഷം ശ്രമിച്ചിട്ടാ ഞാൻ ഇത് പഠിച്ചത്. ഈ കുഞ്ഞ് ആദ്യത്തെ ദിവസം അവിടെ മേൽ കൃപയുണ്ട്. അവളുടെ കയ്യിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. അവൾ വെക്കുന്ന ബാഗ് സാധാരണ അവർ വെച്ചാൽ 8 ദിവസം 9 ദിവസം നിൽക്കുന്നെങ്കിൽ അവൾ വെക്കുന്നത് 10 ദിവസമാണെങ്കിലും നിൽക്കണം. അതാണ് നമ്മുടെ മേലുള്ള അഭിഷേകം. ഊഴിയവിചാരന്മാരാക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദണ്ഡിപ്പിക്കാനായിട്ട്. പക്ഷെ പീഡിപ്പിക്കും തോറും ജനം വർദ്ധിച്ചു പെരുകി. കേട്ടോ, എന്തെല്ലാം പോരാട്ടം വരട്ടെ, നമ്മുടെ ഭാഷയാണല്ലോ പോരാട്ടം, എന്തെല്ലാം പ്രതികൂലം വരട്ടെ, ഇതെല്ലാം വന്നാലും വർദ്ധിക്കും, പെരുകും. കണ്ടോ, അടുത്തത് ഇവൻ എന്തോ പറ്റി, അങ്ങനെ വർദ്ധിച്ചു പെരുകി. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. നിന്നെ പേടിക്കണം. നിന്നോട് ആവശ്യമില്ലാതെ ഒരു വാക്ക് പറഞ്ഞാൽ നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുവെന്ന കർത്താവ് പറഞ്ഞേക്കുന്നു. പേടിക്കണം. നമ്മളല്ല, അവൻ പേടിക്കണം. ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു.
ഉണ്ടോ? അപ്പോ ഈ പേടിച്ചു കഴിഞ്ഞപ്പോ ഇനി ഇവരെ കൊണ്ട് എത്ര കഠിനവേല ചെയ്യിച്ചിട്ടും ഈ ഇഷ്ടിക കളിമണ്ണും ഇത് കൊടുക്കാതെ അവരെ കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കിച്ചിട്ടു എന്തെല്ലാം ചെയ്തിട്ടും അവരുടെ ജീവനെ കയ്പാക്കിയെന്ന് കേട്ടോ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു വിതിൻ ഒരു ഹാഫ് ആൻ അവർ 8:20 തൊട്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കയറുന്നതിന് 8:50 വരെ ഞാൻ അനുഭവിച്ച ശരിക്കും ഭയങ്കര പീഡനം. അത് രാവിലെ ഞാൻ മോഷൻ വരും, ഞാൻ ഇച്ചിരി ഓട്സ് ഒരു കപ്പിനകത്ത് ഒരു ഇച്ചിരി ഓട്സ് കുടിച്ചു. അപ്പൊ ഈ ബാഗ് ഇളക്കി കഴുകിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഞങ്ങൾ ഇത് വേറൊരു ബാഗ് ടെമ്പററി ബാഗ് ഒട്ടിക്കാൻ നിൽക്കുമ്പോ മോഷൻ വന്നോണ്ടിരിക്കുക, വയറിന്റെ ഇവിടുന്ന് മോഷൻ വന്നോണ്ടിരിക്കുക. കയ്പിന്റെ അനുഭവങ്ങൾ അതൊക്കെ. ഞാൻ അന്നേരം പറഞ്ഞു, കർത്താവേ നിന്റെ വേല ചെയ്യാൻ എനിക്ക് കഴിയണം, നിന്റെ വേലയ്ക്ക് തടസ്സമായിട്ട് ഒന്നും നിൽക്കരുത്. അവൻ നമ്മുടെ ജീവിതത്തെ കയ്പാക്കാൻ നോക്കും, അത് അവന്റെ ജോലിയാണ്. അവരുടെ ജീവിതത്തെ കയ്പാക്കി എന്നിട്ട് അടുത്തത് അവർ ചെയ്ത എന്താന്ന്, സൂതി കർമ്മിണിമാര്, ഇതാ നല്ലോട്ടോ ഞാൻ വരുന്നത്, പ്രൊവിഷനും പൊസിഷനും പറഞ്ഞുകൊണ്ടായി വരുന്നത്. എസ്തറിനോട് ചോദിച്ചു, നിന്നെ ഇന്ന് രാജസ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനല്ലയോ? യഹൂദന്മാരെ മുഴുവൻ കൊല്ലാനായിട്ട് ആമാൻ പദ്ധതി ഇടുക, ഒരുത്തനെ തന്നെ കൊല്ലുന്ന ആക്ഷേപം, എല്ലാരെയും കൂടെ കൊല്ലാൻ ഇടുന്ന ഉടനെയാണ് പറയുന്നത് എല്ലാത്തിനെയും അങ്ങ് ഒറ്റയടിക്കാനായിട്ട്, ഈ കുലം നശിപ്പിക്കാനായിട്ട്. അന്നേരമാണ് മൊർദെഖായി പട്ടണത്തിന് നടുവിൽ നിന്ന് പിന്നെ വസ്ത്രം കീറി നിലവിളിച്ച് കരയുന്നത്. അപ്പോഴാണ് ഇത് അടുത്ത് നോക്കിക്കുക ഇവർ ചെയ്തത്, ഓരോ ഇതിന്റെ സൂതി കർമ്മിണിമാരെ ആക്കി. എന്തിനാ? എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ ഇത് എന്ത് ചെയ്യണം, ജനിക്കുന്നുണ്ട് ആണാണ് അന്നേരെ കൊന്നേക്കണമെന്ന്. ഒരു ഹിഡൻ അജണ്ട, രഹസ്യ അജണ്ട, ആർക്കും അറിയത്തില്ല. സൂതി കർമ്മിണിമാരെ ആക്കി. പക്ഷെ സൂതി കർമ്മിണിയാണ് ആണാകുന്നെങ്കിൽ അതിനെ കൊല്ലണം, പെണ്ണാകുന്നെങ്കിൽ ജീവനോടിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. സൂതി കർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. ഞാൻ പറയാം മക്കളെ, നമ്മൾ ബന്ധുക്കോസുകാരൊന്നും പറയണ്ട, ജാതികളുടെ ഇടയിൽ മനസാക്ഷിയിൽ ദൈവത്തിന്റെ പ്രമാണം ഉള്ളവരുണ്ട്, മനസാക്ഷിയിൽ ദൈവത്തിന്റെ പ്രമാണം ഉള്ളവരുണ്ട് കേട്ടോ. അവര് ദൈവത്തെ ഭയപ്പെട്ടു. മിസ്രയീം രാജാവ് തങ്ങളോട് കൽപ്പിച്ച പോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോട് സൂക്ഷിച്ചു. ഉണ്ടോ? ഏത് രാജാവ് ഓർഡർ ഇട്ടാൽ, ഏത് കെടി കെട്ടിയെന്ന് വന്നാൽ, ഇവിടെ പിണറായി ഭരിക്കട്ടെ, ഇവിടെ ആര് വരട്ടെ, ഇവിടെ മോദി ഭരിക്കട്ടെ, ഇതൊന്നും വിഷയമല്ല. മോളിൽ ഒരാളുണ്ട്, അവൻ തീരുമാനിച്ചേ നടക്കത്തുള്ളൂ. സൂതി കർമ്മിണിമാര് ദൈവത്തെ ഭയപ്പെട്ടു, രാജാവിനെ അല്ല. അവർ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ സൂക്ഷിച്ചു. മിസ്രയീം രാജാവ് സൂതി കർമ്മിണികളെ പറ്റി, നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു പ്രവൃത്തി, നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ സൂക്ഷിക്കുന്ന എന്തെന്ന് ചോദിച്ചപ്പോ സൂതി കർമ്മിണികളെ പറഞ്ഞു, ഫറവോനോട് പറഞ്ഞു, എബ്രായ സ്ത്രീകൾ മിസ്രയീമ്യരെ സ്ത്രീകളെ പോലെ അല്ല. ഇത് കേട്ടോ, ഇതാ സാക്ഷ്യം, ഇതാ സാക്ഷ്യം. എബ്രായ സ്ത്രീകൾ മിസ്രയീമ്യ സ്ത്രീകളെ പോലെ അല്ലെന്ന് രാജാവിനോട് പറയാണ് സൂതി കർമ്മിണി. അവര് നല്ല തറമുള്ളവരാണ്. നമ്മൾ ഏത് ആശുപത്രി പോകട്ടെ, എവിടെ പോട്ടെ, ഏത് പ്രതിസന്ധിയുടെ വന്നിരിക്കട്ടെ, നീ ഞാനും മറ്റുള്ളവരുമായിട്ടുള്ള വ്യത്യാസം ലോകം അറിയണം. അവരെ സാധാരണ സ്ത്രീകളെ അല്ല, നമ്മുടെ ആളുകളെ പോലെ അല്ല അവര് നല്ല തറവുള്ളവരാണ്. ഞാൻ വളരെ താഴ്മയോടൊരു കാര്യം പറയും. ഡോക്ടർ ബോബൻ തോമസാ എന്നെ ട്രീറ്റ് ചെയ്യുന്നത്, എൻ്റെ ഓൺകോളജിസ്റ്റ്. പുള്ളി പറയുന്ന ഒരു കാര്യം, ആന്റിയുടെ ലുക്സ് ആർ വെരി ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞ, ആന്റിയെ കണ്ട വ്യാജമായ ഭാവങ്ങൾ, ആന്റിയെ കണ്ട ഒരു കീമോ പേഷ്യൻ്റ് ആണെന്ന് പറയത്തില്ല. 5FU കീമോ എടുത്താൽ ഈ പ്രായത്തിലുള്ള 75 വയസ്സുള്ള ഒരാൾക്ക് സ്റ്റാൻഡ് ചെയ്യാനൊക്കത്തില്ല. അവരുടെ മുടി മുഴമ്പൊഴി, അവർ മുഴുവൻ കറക്കം, എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല, ആകെ വികൃതമാകും. പക്ഷെ ആന്റിയെ കണ്ടാൽ എന്താ? കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, വേണമെങ്കിൽ ഞങ്ങളുടെ ഒരു മോഡലാക്കാം, മിസ് കേരളയായിട്ട് വേണേ ഒന്ന് മത്സരിച്ചു. ഞാൻ പറഞ്ഞു, മോഡലാക്കും, നിങ്ങളുടെ പേഷ്യൻസിനെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ. ഡോക്ടർ കത്തോലിക്കനാ, ഡോക്ടർക്ക് ബൈബിൾ ഉണ്ട്, പക്ഷെ വായിക്കുന്നില്ലല്ലോ. ഞങ്ങളൊക്കെ ബൈബിൾ വായിക്കുന്നവരാ. ഞങ്ങളുടെ വാ കൊണ്ട് പറയും, നിന്നാൽ ഞാൻ പട്ടക്കൂട്ടത്തിനെ പാഞ്ഞല്ലേ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, നീ എന്റെ വിലാപത്തെ നൃത്തമാക്കി, എന്റെ രട്ടയച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചു. ഇത് പറയാൻ അവരെ പഠിപ്പില്ല. ഇവര് കുരങ്ങി കേട്ട കാക്കാലിന്റെ കൂട്ട് താടിക്ക് കൈയും വെച്ചിരിക്കാതെ അവരെ മോട്ടിവേറ്റ് ചെയ്യും.
ഞങ്ങൾക്ക് ഈ വചനം ഉണ്ടല്ലോ, ഈ വചനം ഞങ്ങൾക്ക് തരും. ഡോക്ടർക്ക് പ്രാർത്ഥനയുടെ ശക്തി അറിയത്തില്ല. 10,000 എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിച്ചല്ല ഇങ്ങോട്ട് വരുന്നത്. ഈ പ്രാർത്ഥനയുടെ കൃപയാ എൻ്റെ മുഖത്ത് കാണുന്നത്. ആസ് ദ പവർ ഓഫ് പ്രയർ. ഡോക്ടർക്ക് അറിയാവുമെന്ന് ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞേ, നമ്മളെ കാണുന്നവർ പറയണേ ഇവര് സാധാരണ മനുഷ്യ പോലെ അല്ലെന്നേ, ഒരു നല്ല തറവുള്ളവരാ. നമ്മളെ കാണുന്ന ഞങ്ങൾ അവിടെ എത്തും മുമ്പേ അവർ പ്രസവിച്ച് കഴിയുവാണ്. അങ്ങനെയുണ്ട്. ഏതായാലും അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു, ജനം വർദ്ധിച്ചു, ഏറ്റവും ബലപ്പെട്ടു. അങ്ങനെ അപ്പൊ നോക്കിക്കേ, അവിടെ ആ സൂതികർമ്മിണിയെ അപ്പോയിന്റ് ചെയ്തപ്പം ദൈവം കൊടുത്ത ഒരു പ്രൊവിഷൻ കണ്ടു. അടുത്ത നോക്കിക്ക കൊണ്ട് പിന്നെ ഇതിനകത്തോട്ട് നൈൽ നദി ഇടാനായിട്ട് കൊണ്ടിടുക. അപ്പൊ നോക്കിക്ക ഫറവോന്റെ പുത്രിക്ക്, അന്നത്തെ കാലത്ത് ബാത്ടബിനകത്ത് സെന്റഡ് വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്ന ഫറവോന്റെ പുത്രി ഇപ്പൊ നോക്കിക്ക വന്നിരിക്കുകയാണ് പുള്ളിക്കകത്തേക്ക് അന്നേരം നൈലിലോട്ട് വരാം. പെറ്റതള്ള തന്തയും 3 മാസം കഴിഞ്ഞ് വെച്ചോണ്ടിരിക്കാൻ വയ്യാന്ന് പറഞ്ഞ് കൊണ്ട് കളയുമ്പോഴും തമ്പുരാൻ അവിടെ നോക്കി നിൽക്കുക. തമ്പുരാന് നിന്നെക്കുറിച്ച് നിയോഗമുള്ളവന് പ്രൊവിഷനുണ്ട്, നിയോഗമുള്ളവന് അതിനുവേണ്ടി കരുതലുണ്ട്. നിയോഗമുള്ളവന്റെ മേൽ കരുതലുണ്ട്. അവന് വേണ്ടി കരുതുന്നതിന്റെ അമ്മാച്ചനും അമ്മായിയപ്പനും അമ്മായിയമ്മയും അപ്പനും അമ്മയും ആങ്ങളെയും അനിയത്തിയും ഒന്നുമല്ല, മുകളിൽ ഒരാളുണ്ട്. ഫറവോന്റെ പുത്രി എന്തിനാന്ന് വന്നേ? പെട്ടകം കണ്ടു, എടുത്തു നോക്കിയ ഉടനെ പറഞ്ഞത് എബ്രായ കൊച്ച. അപ്പം ഇവിടെ അപ്പൻ എബ്രായ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ എടുത്ത് നൈലിൽ എറിയുന്നുണ്ടേ. ഇവക്ക് അതിനോട് അലിവ് തോന്നിച്ചു. ഇതാരാ തോന്നിപ്പിക്കുന്നത്? കയ്യോ കാലോ എടുത്ത് പിടിച്ചു മാറ്റാം. പക്ഷെങ്കിൽ ആരാ ഈ തോന്നിപ്പിക്കുന്ന? ആരാ? രാജാക്കന്മാരുടെ ഹൃദയം നീർത്തോട് കടക്കുക. അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് അത് ചലിപ്പിക്കും. അപ്പൊ അവിടെ ഹൃദയത്തിൽ അലിവ് തോന്നിച്ചു കഴിഞ്ഞോണ്ടേ പറയാണ്. അപ്പൊ അവിടെ നോക്കിക്കുക, അടുത്ത ഞാൻ പറയാൻ പോകുന്ന മിരിയാമിനെ കുറിച്ച്. ഈ പെട്ടകം കൊണ്ട് അതിനകത്ത് ഒഴുക്കിയിട്ട് മിരിയാം അവിടെ നോക്കി നിൽക്കുക കേട്ടോ. മിരിയാം അവിടെ നോക്കി നിൽക്കുക, പോയില്ല. അവിടെ പൊസിഷൻ എവിടെ? അവള് വീട്ടിൽ പോയില്ല. കരഞ്ഞോണ്ട് പോയി വീട്ടിൽ മുറി കയറിയിരുന്നില്ല. എന്ത് സംഭവിക്കുവേണ്ട അറിയേണ്ടതിന് ഇവള് ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഇതിനെ എടുത്തു എബ്രായ കൊച്ചാന്ന് പറന്ന് അവൾ അവളോട്ട് വന്നേച്ചു പറഞ്ഞു, ഇത് എബ്രായ കൊച്ച, ഇതിന് പാല് കൊടുക്കാൻ ഒരു എബ്രായ സ്ത്രീ വേണ്ടേ? ഉണ്ടോ? നിയമനം കണ്ട. നിയമനം ഉണ്ടെങ്കിൽ, നിയോഗമുള്ളവന് നിയമനം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇവള് പോയി അവിടെ കുഞ്ഞിന്റെ അമ്മയെ വിളിച്ചോണ്ട് വന്നു. പെറ്റതള്ള 3 മാസം നീ ഒളിപ്പിച്ചെങ്കിലേ കൊട്ടാരത്തിൽ നിന്ന് നിനക്ക് ശമ്പളമാണ്. എന്റെ പൊന്നു മക്കളെ, ദൈവം ആരുടെയും കടക്കാരല്ല. നീ അവന്റെ നാമത്തിന് വേണ്ടി 3 മാസം റിസ്ക് എടുത്തു, അത്രയല്ലേ എടുത്തുള്ളൂ. അത് കഴിഞ്ഞപ്പോ നീ കൊണ്ട് കളഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ദണ്ഡ പിടിച്ചു, അതിനുള്ള പ്രതിഫലം. ഏതെങ്കിലും ചരിത്രത്തിലുണ്ടോ ഒരമ്മ കൊട്ടാരത്തിൽ നിന്ന് ശമ്പളം മേടിച്ച് സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കും? ചരിത്രമുണ്ട്. നിന്നെ എന്നെ കൊണ്ട് ചരിത്രം തിരിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം കേട്ടോ. കണ്ടോ? അപ്പൊ നോക്കിക്കേ, ഇത് ഓരോരുത്തടത്തും ഓരോരുത്തർ പൊസിഷൻഡ് ആകുമ്പോൾ ആ സ്ഥാനത്തിരിക്കുമ്പോൾ അവർക്കുള്ള ഒരു നിയോഗമുണ്ട്, ഒരു പ്രൊവിഷനുണ്ട്, അവർ ചെയ്യാനുള്ള ഒരു അസൈൻമെന്റ് ഉണ്ട്. ദൈവം അവരെ കൂടെ ചെയ്തെടുക്കുന്ന കാര്യങ്ങളുണ്ട്. അബദ്ധവശാൽ നീ വരത്തില്ല. ഒരിടത്തും അബദ്ധവശാൽ നീ വരികയല്ല, അബദ്ധവശാൽ വരത്തില്ല. ദൈവത്തിന്റെ മുന്നമയുള്ള പദ്ധതി. ഇനി നമ്മൾ ദെബോരയെ ഒന്ന് എടുത്തേ, ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്ത് പഠിക്കുന്നുണ്ടേ, 4-ാം അധ്യായം വരുന്നുണ്ടേ. യഹോവ അതിനു മുമ്പ് അന്ന് അവിടെ നോക്കിക്കേ, ഈ ദെബോര നോക്കിക്കേ, ലപ്പിദോത്തിന്റെ ആ കാലഘട്ടത്തിൽ, ലപ്പിദോത്തിന്റെ ഏത് കാലഘട്ടം ഏതാന്ന് ചോദിച്ചാൽ, അന്ന് യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. ഇവർ യഹോവയ്ക്ക് വിരോധമായ കാര്യം ചെയ്ത് ദൈവം അവരെ വിറ്റുകളഞ്ഞു. അവന്റെ സേനാപതി ജാതികളുടെ ആലോചിച്ച് പാർത്തുന്ന സീസരയായിരുന്നു. സീസരയ്ക്ക് 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു. സീസര ഇസ്രായേലിനെ 20 വർഷം കഠിനമായി ഞെരുക്കി. ആ കാലഘട്ടത്തിൽ ലപ്പീദോത്തിന്റെ ഭാര്യയായ ദെബോര എന്ന പ്രവാചക ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യും. കണ്ടോ? ഞാനിത് വല്ലതും നിങ്ങളിത് പബ്ലിക് ഇടാണ്, നിങ്ങൾ എഡിറ്റ് ചെയ്തോണ്ട്, അല്ലാതെ ഇടരുത്. ഈ ദേശത്ത് ഒരു ജാതീയ ഇതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി വേല ചെയ്യാൻ കൊണ്ടുവന്ന് 7 ജാതികളെ പാർപ്പിച്ച ഒരു ദേശമായിരുന്നു. 7 ജാതികൾ.
പേരൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല, ഇങ്ങനെ ഒരു മീറ്റിംഗാണ്. എന്നെ ദിവസേന ചേർക്കപ്പെട്ട മോൻ ഒരു 15 വയസ്സുള്ളപ്പം ചില പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഇവിടെ അനുഭവപ്പെട്ടപ്പോൾ മോൻ എന്നോട് പറഞ്ഞു, അമ്മ നമുക്ക് ഇവിടുന്ന് പോകാമെന്ന്. ഞാൻ അന്നൊരു ശബ്ദം, അന്ന് ദൈവത്തെ അറിയാത്ത കാലമാണ്, മാർത്തോമായി ജീവിക്കുന്ന കാലമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധായിരിക്കും സുയായിരിക്കരുത് മാത്രം പറയാൻ അറിയുന്ന ഒരു കാലമാണ്. കുരിശ് വരയ്ക്കാൻ മാത്രം അറിയുന്ന ഒരു കാലമാണ്. സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലാൻ മാത്രം അറിയുന്ന കാര്യം. പേടി വരുമ്പം 91 സങ്കീർത്തനം വായിക്കാൻ പറയുന്നത്, പിന്നെ ഒരു 23. ഇത് രണ്ടും അല്ലാതെ വേദപുസ്തകം വായിച്ചിട്ടില്ല. പക്ഷേ ഞാൻ വ്യക്തമായൊരു ശബ്ദം കേട്ടു, ഏറ്റെടുത്ത ദൗത്യം തീർക്കണം, നീന്തണം, ഒഴുക്കിനെതിരെ നീന്തണം, ഒഴുക്കിനെതിരെ നീന്തണം. ഞങ്ങളൊക്കെ കൊച്ചായിരിക്കുമ്പോൾ എൻ്റെ പിതാവ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ ജീവനുള്ള മീൻ ഒഴുക്കിനെതിരെ നീന്തും, ചത്തതാ ഒഴുക്കത്ത്. പക്ഷെ ദൗത്യം എന്താണെന്ന് എനിക്ക് അന്നും അറിയത്തില്ല. ആ ജീവിതത്തിൽ ചില പരിശോധന വന്നപ്പം അതിന്റെ സത്യാന്വേഷണം, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അതിന്റെ കാരണം അന്വേഷിച്ചാൽ ഞാൻ ഈ മാർഗത്തിലോട്ട് വരുന്നത്. ഈ മാർഗത്തിൽ വന്നില്ല. അങ്ങനെ 18 വർഷം സത്യാന്വേഷിച്ചിട്ട് എന്താ ഇത്. അപ്പോഴാണ് എൻ്റെ കുടുംബത്തിൽ, ഞാൻ ജനിച്ചു വന്ന കുടുംബത്തിൽ, എൻ്റെ വല്യപ്പം 16 ഏക്കർ പള്ളി പണിത്, നിക്കോൾസ് സ്കൂളിന് 33 ഏക്കർ മദാമ്മമാരെ കൊണ്ടുവന്ന് ആദ്യത്തെ മാർത്തോമക്കാരുടെ റെസിഡൻഷ്യൽ സ്കൂള്, പിന്നെ 2 പ്രൈമറി സ്കൂള്, ഒരെണ്ണം പിന്നെ ഗവൺമെന്റിന് കൊടുത്തു, ഒരെണ്ണം സഭയ്ക്ക് കൊടുത്തു, വായനശാല. ഇങ്ങനെ 23 വയസ്സ് തൊട്ട് മരിക്കുന്ന 57 വയസ്സ് വരെ ആ മനുഷ്യൻ MLC ആയിരുന്ന് ആ ദേശത്ത് നന്മ മാത്രം ചെയ്തിട്ട് ആ കുടുംബത്തിൽ ഭ്രാന്ത്, തളർച്ച, മദ്യപാനം, അകാലമൃത്യു, ഇത് രംഗബോധമില്ലാത്ത ഒരു കോമാളിയെ പോലെ കടന്നു വന്നപ്പോൾ ആരാ ദൈവം? 2 രൂപ നേർച്ചയിട്ട ദൈവം അനുഗ്രഹിക്കും, മെഴുകുതിരി കത്തിച്ച് അനുഗ്രഹിക്കും, ചാകാറായ കോഴിയെ കൊണ്ട് കൊടുത്ത അനുഗ്രഹിക്കും എന്ന് പഠിപ്പിക്കുന്നിടത്ത് ഇത്രയും കാര്യം ചെയ്തിട്ട് കുടുംബത്തിൽ അനുഗ്രഹം വന്നില്ലെന്ന് വേണ്ട. എന്തുകൊണ്ട് ഈ ശാപം? അതന്വേഷിച്ചാൽ ഞാൻ 18 വർഷം നടന്നു. സത്യദൈവം ഉണ്ടോ എനിക്കറിയണം, ജീവനുള്ള ഒരു ദൈവം ഉണ്ടോ എനിക്കറിയണം. ഞാൻ അറിയാതെ ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് യേശുവാകും. ഞാൻ അറിയാതെ ഞാനൊരു മുസ്ലിം കുടുംബത്തിലാണ് ഞാൻ അള്ളാന്ന് പറഞ്ഞത്. ഞാൻ അറിയാതെ ഹിന്ദു കുടുംബത്തിലാണ് ഞാൻ രാമനെന്നും സീതയെന്നും കൃഷ്ണനെന്നും പറഞ്ഞത്. ഞാൻ അറിയാതെ ഒരിടത്ത് ജനിച്ചുകൊണ്ട് ദൈവം എങ്ങനെ എന്നെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ബാക്കിയുള്ളവരെ എങ്ങനെ നരകത്തിൽ ഇടും? എനിക്കിതറിയണം. 18 വർഷം 6000 അടി പൊക്കമുള്ള മലകൾ വരെ ഞാൻ കയറി, എനിക്കറിയണം. മക്കളെ, ഇന്നും ഈ കഷ്ടങ്ങൾ ശരീരത്തിൽ സഹിച്ചുകൊണ്ട്, മനസ്സിനെ ഒന്നും ഇത് തൊടത്തിൽ, ശരീരത്തിൽ സഹിച്ചുകൊണ്ട് ഇന്നും ഞാൻ നിൽക്കുന്നതിന്റെ കാരണം ഈ പൗലോസ് അപ്പോസ്തലന് ദമസ്കോസിന്റെ വാതിക്കൽ വെച്ച് തമ്പുരാൻ വെളിപ്പെട്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെട്ട് നേരിട്ട് സംസാരിച്ച ഞാൻ ഈ മാർഗത്തിലേക്ക് വരും. ഈ അങ്ങനെ ബോധ്യമായെങ്കിലേ പ്രതിസന്ധിയിൽ നമ്മൾ എനിക്ക് പരാതി ഇല്ലെന്നേ. ബാഗ് ലീക്ക് ചെയ്യട്ടെ, അതിൽ ഇത് ചാടി വരട്ടെ, അഴുക്ക് വരട്ടെ, ഓരിക്കളയട്ടെ, വയറിക്കളയട്ടെ, പിന്നെയും പോയി കുളിക്കട്ടെ, 4 പ്രാവശ്യം കുളിക്കട്ടെ, എന്ത് വേണേ ചെയ്യട്ടെ, സാരമില്ല, ഒന്നും സാരമില്ല. ഞാൻ ഓർക്കും ഈ കൊച്ചു പെൺകുഞ്ഞിന് ഈ ബാഗ് മാറാനുള്ള കൃപ ദൈവം അവർക്ക് കൊടുത്തു. ഹോസ്പിറ്റലിലെ കൊച്ചു പറയുന്നേ, ആന്റി ഞാൻ പോലും 1 മാസം എടുത്തത് പഠിക്കാൻ. അപ്പൊ ഈ ഒരു വശത്തൂടെ ശത്രു ഇളക്കുന്നുണ്ട്, മറുവശത്ത് എൻ്റെ വീട്ടിൽ തന്നെ ദൈവം എനിക്ക് ആളെ ആക്കി വെച്ചെന്ന് പറഞ്ഞ് ഈ ദൈവം ആരാ? ഇളകുന്നതും പ്രതിസന്ധി മാത്രമാണോ കാണുന്നത്? പ്രതിവിധി കൂടെ ദൈവം തരുന്നില്ല. അപ്പം അന്ന് നോക്കിക്ക, ആ കാലഘട്ടത്തിൽ 20 വർഷമായിട്ട് ഇവരെ കഠിനമായി ഞെരുക്കി 900 രഥം കൊണ്ട് സീസറെ ഞെരുക്കുന്ന കാലഘട്ടത്തിൽ ദെബോര എന്ന പ്രവാചകി ഇസ്രായേൽ ന്യായപാലനം ചെയ്തു. ഉണ്ടോ? ഇസ്രായേൽ മക്കൾ ന്യായപാലനത്തിന് അവിടെ അടുക്ക ചെല്ലുക പതിവായിരുന്നു. ഞാൻ പറയുന്നത് നിന്റെ അടുത്ത് വരണം ആലോചന വയ്ക്കാൻ. മന്ത്രിമാര് വരണം, MLA മാര് വരണം, പഞ്ചായത്ത് പ്രസിഡന്റുമാർ വരണം, കൗൺസിലേഴ്സ് വരണം. ദേശത്ത് നീ ന്യായപാലനം ചെയ്യുന്നു. ദൈവത്തിന്റെ അരുളപ്പാട് നിനക്കാ ലഭിക്കുന്നു. മനസ്സിലാക്കി. ഇത് കൊച്ചു കാര്യമാണോ മക്കളെ? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. പിച്ചക്കാരൻ എന്ന് പറയുന്ന പോലെ വല്ലോം തരണേ എന്ന് പറയാനാണോ? പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഇവയൊന്നും ഒരിക്കലും ഒരു ദോഷം ചെയ്യുകയില്ലെന്ന് പറഞ്ഞെങ്കിൽ ചവിട്ടാൻ സമാധാനത്തിന്റെ ദൈവമോ സാധാരണ നിന്റെ കാൽ കീഴാക്കി ചതച്ചു കളഞ്ഞു. ഈ അധികാരം കൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മളെ പിച്ചക്കാരുടെ കൂട്ട് ഇതൊന്നെ കർത്താവ് നീ ചെയ്യണേ, കർത്താവ്
ജെസെ ഡുപ്ലാന്റിസ് എന്ന് പറഞ്ഞ മനുഷ്യനെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോയി. അവിടെ ചെല്ലുന്നുണ്ട് യേശുവിന്റെയും ജെസയുടെ മുമ്പിൽ ഇങ്ങനെ നീല കളർ, യേശുവിനെ കാണത്തില്ല. എനിക്ക് ജീസസിനെ കാണാൻ പറ്റുന്നില്ലെന്ന് ജെസെ പറഞ്ഞു. യേശു പറഞ്ഞു, ജെസെ എനിക്കൊന്നും ചെയ്യാനൊക്കെ, നിനക്ക് അധികാരം. നിനക്ക് അധികാരം തന്നിരിക്കുന്നു, നീ എന്നെ റബ്ബിക്ക്, നിനക്ക് അധികാരം. ദേശത്ത് നിന്നെ ആക്കി വെച്ചെങ്കിൽ നോക്കിക്കേ, ആലോചന കേൾക്കാൻ ആളുകൾ നിന്റെ അടുത്ത് വരും. അപ്പൊ നോക്കിക്കേ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവളിൽ കൂടെ പറയുന്നത്. നോക്കിക്കേ, ഇവർക്ക് പറയാണ്, അടുത്ത പറയാണ്, അവൾ എഫ്രൈം പർവ്വതത്തിൻ രാമയ്ക്കും ബെഥേലിനും മധ്യയുള്ള ദെബോരയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന്റെ അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. അവൾ അഭിനോവാമിന്റെ മകനായ ബാരാക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, കേദസ് നഫ്താലി എന്ന് വിളിപ്പിച്ച് അവനോട് പറഞ്ഞു, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബുലൂന്റെയും മക്കളെ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബീന്റെ സേനാപതി സീസരെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശോൻ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നെന്ന് ദെബോര പറഞ്ഞു. കണ്ടോ, ദൈവശബ്ദം അവളാ കേൾക്കുന്നത്. അവളിൽ കൂടെ ആലോചന വർദ്ധിക്കുന്നു, അവളിൽ കൂടെ ഈ ആലോചന പറഞ്ഞു, ഞാൻ നിന്റെ കയ്യിലേൽക്കും എന്ന് യഹോവ നിന്നോട് കൽപ്പിക്കുന്നെന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ അവൻ തനിയെ പോകാൻ ഭയക്കും. അതാണ് അതിനകത്തേത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അവൻ ഇതെല്ലാം ചെയ്ത് ഒക്കെ കഴിഞ്ഞു. അവൻ പറഞ്ഞു, എൻ്റെ കൂടെ നീയും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പോകാം. ഉടനെ ദെബോര പറഞ്ഞു, പക്ഷെ അങ്ങനാണെങ്കിൽ ഇതിനകത്തുനിന്ന് കിട്ടുന്ന ആ ഒരു മാന്യത, അതിൻ്റെ ഒരു ഇത് നിനക്കല്ല കിട്ടുന്ന, ഒരു സ്ത്രീക്കാണ് ഇത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇവരെ കൊണ്ടുവന്നു. ബാരാക്ക് രഥങ്ങളെയും സൈന്യത്തെയും ജാതികളെയും അരോശത്ത് വരെ ഓടിച്ചു. സീസരയുടെ സൈന്യമൊക്കെയും വാളിന്റെ വയറ്റിലേൽ വീണു, ഒരുത്തനും ശേഷിച്ചില്ല. കാര്യം തമ്പുരാൻ പറഞ്ഞതാ. അവൻ 20 വർഷം പീഡിപ്പിച്ചോ, അവന് എത്ര രഥങ്ങളുണ്ടാവുന്നു, എന്റെ തമ്പുരാൻ വിഷയമല്ല. മനസ്സിലായി? നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ദേശം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഇതിനകത്ത് പ്രതിയോഗി എത്ര വലുതാണെന്നുള്ളതല്ല, നീ സേവിക്കുന്ന ദൈവത്തിന്റെ മഹത്വം നീ തിരിച്ചറിയേണ്ടത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഇത്രയും വർഷം 900 ഇരുമ്പ് രഥം കൊണ്ട് 20 വർഷം ഇസ്രായേലിനെ ഞെരുക്കിയവനെ ഞാൻ നിന്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ് അത് ഏറ്റെടുക്കാനുള്ള തൻ്റെ ഇടം പുരുഷനില്ലെങ്കിൽ നോക്കി തമ്പുരാൻ പറഞ്ഞു, അങ്ങനെയാണ് ഇതുകൊണ്ട് വരാൻ പോകുന്നത് ഒരു സ്ത്രീക്ക് അതിന്റെ മാന്യത കിട്ടാൻ പോകുന്നു. അവ സീസറെ അവന്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാക്കിന് മുമ്പിൽ വായിലിന്റെ വായ്ത്തലയെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോ സീസര രഥത്തിൽ നിന്ന് ഇറങ്ങി ഓടി, കാൽനടയായിട്ട് ഓടിപ്പോയി. അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. അപ്പോ ഈ കാൽനടയായി കേന്യനായ ഹേബരിന്റെ ഭാര്യ യായേലിന്റെ കൂടാരത്തിലോട്ട് ഇവൻ ഓടിപ്പോയി. അതിന്റെ കാര്യം എന്നാന്ന് വെച്ചാൽ കേന്യനായ ഹേബരിന്റെ ഗൃഹവും ഹാസോർ രാജാവായ യാബീനും തമ്മിൽ സമാധാനമായിരുന്നു. അപ്പം നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഇവര് തമ്മിൽ കേന്യനായ ഹേബരും എന്റെ ഗൃഹവും ഹാസോർ രാജാവായ യാബീൻ, അവന്റെ ഹാസോർ രാജാവിന്റെ സേനാപതിയാ ഈ സീസർ, ഇവര് തമ്മിൽ സമാധാനമായിരുന്നത് കൊണ്ട് കനാന്യര നോക്കിക്കേ, ഇവന് ഓടി എങ്ങോട്ട് പോയി? ഈ ഹേബറിന്റെ കൂടാരത്തിലോട്ട് ഓടി. അപ്പൊ ചിലത് നോക്കിക്കേ, എന്തിനാ ഈ കണക്ഷൻസ് ചിലത് കൊടുക്കുന്നത്? ചില കണക്ഷൻസ് എന്തിനാ കൊടുക്കുന്നത്? ചില MLA-മാരെ നിനക്കറിയാം, അല്ലെ ഒരു MBA നിനക്കറിയാം, അല്ലെ നിനക്ക് അവരുമായിട്ടൊരു ബന്ധമുണ്ട്. എന്തിനാ കൊടുക്കുന്നത്? ദൈവത്തിന് ഉപയോഗിക്കാനാ, നിനക്ക് ഞെളിയാനല്ല. അവൻ ഓടിച്ചെന്ന് ഹേബറിന്റെ കൂടാരത്തിലോട്ട് ഓടിപ്പോയി. അപ്പൊ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ യായേൽ സീസരെ, അവന്റെ ഭാര്യ യായേൽ സീസരെ എതിരേറ്റി എന്ന് അവനോട്, ഇങ്ങോട്ട് കയറിക്കൊള്ളുക യജമാനനെ, ഇങ്ങോട്ട് കയറിക്കൊള്ളുക, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അപ്പം നോക്കിക്കേ, ആ ബന്ധം കൊണ്ട് ഈ യായേലിനുള്ള പൊസിഷൻ അവള് പറഞ്ഞു, കയറി വന്നട്ടെ.
പേടിക്കണ്ട, ഇങ്ങോട്ട് കയറി വന്നാട്ടെ. അവൻ അവളുടെ കൂടാരത്തിൽ കയറി ചെന്നു. അവൾ അവനെ ഒരു പരവതാനി കൊണ്ട് മൂടി. അതിൻ്റെ ഒന്നും വ്യാഖ്യാനത്തിലോട്ട് ഞാൻ പോകുന്നില്ല. അവൻ അവളോട്, എനിക്ക് ദാഹിക്കുന്നു, കുടിപ്പാൻ കുറെ വെള്ളം തന്നെ എന്ന് പറഞ്ഞു. അവൾ പാൽത്തുരുത്തി തുറന്ന് അവന് കുടിപ്പാൻ കൊടുത്തു. എന്നിട്ട് പരവതാനി ഇട്ട് മൂടി. അവൻ അവളോട് പറഞ്ഞു, കൂടാരത്തിന്റെ വാതിക നീ നിൽക്കണേ, വല്ലോൻ ഇവിടെ വന്ന് ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയണം. അവൾ പറഞ്ഞു, ഡൺ, ഒരു കുഴപ്പവും ഇല്ല. പരവതാനി ഇട്ട് മൂടി പാല് കുടിക്കാൻ കൊടുത്തപ്പോൾ നോക്കിക്കാണ് അവള് ഏബറിന്റെ ഭാര്യയുടെ കയ്യില് ഇരിക്കുന്ന എന്തുവാ, യായലിന്റെ കയ്യിൽ കൂടാരത്തിന്റെ ഒരു കുറ്റി, അപ്പുറത്തൊരു ചുറ്റിക. അത് രണ്ടും പിടിച്ച് പതുക്കെ അവന്റെ അടുക്ക ചെന്ന് കുറ്റി അവന്റെ ചെന്നിയിൽ തറച്ചു. അത് നിലത്ത് നിന്ന് ഉറച്ചു. അവന് ഗാഠനിദ്രയായിരുന്നു. അവൻ ബോധം കെട്ടു മരിച്ചുപോയി. പ്രതിയോഗിയെ നിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ നിന്റെ കൂടാരത്തിന്റെ വാതിലിൽ നീ റെഡിയായിട്ട് നിൽക്കുകയാണ്. അവനെ അകത്ത് കയറ്റി പരവതാനി ഇട്ട് മൂടി പാലം കൊടുത്ത് കൂടാരത്തിന്റെ കുറ്റിയെടുത്ത് ചെന്നിക്കടിച്ച് 20 വർഷം കഠിനമായി 900 രഥവുമായി ദൈവത്തിന്റെ ജനത്തെ ദണ്ഡിപ്പിച്ച ചിലതിനെ തകർക്കാൻ നിന്റെ കൈ കൊണ്ട് തരുമ്പോൾ അന്നേരം അവിടെ പോയിരുന്ന സീരിയലും കണ്ടോണ്ട് അവിടെ നിന്ന് പാട്ടും കേട്ട് നാട്ടുകാരെ കുറിച്ച് ദൂഷണവും പറഞ്ഞ് ഇപ്പുറത്തിരിക്കുന്ന ഫോൺ എടുത്ത എന്തുകൊണ്ട് അവര് ആ പാസ് അങ്ങനെ ചെയ്തു, പാസമ്മാമ ഇങ്ങനെ ചെയ്തെന്ന് പറയാനല്ല, റെഡിയായിട്ട് നിൽക്ക്. ശത്രുവിനെ നിന്റെ കൂടാരത്തിൽ കൊണ്ട് തരുന്നണ്ണെ തകർക്കാൻ ഉള്ള ചുറ്റിക, വചനമെന്ന ചുറ്റിക കൂടാരത്തിന്റെ കുറ്റിയും കയ്യിലെടുത്തു. അടിച്ച് ചെന്നിക്ക് സ്ഥാനം നോക്കി അടിച്ചേ. സ്ഥാനം തെറ്റിയില്ല. അതിന് നീ റെഡി ആയിരിക്കണം. നിനക്ക് ദൈവം തരുന്ന ഒരു പൊസിഷൻ. അപ്പൊ ഈ യാബീനും ഈ സീസരയുമായിട്ടുള്ള ആ ഒരു സമാധാനമായിരുന്നെങ്കിൽ നോക്കിക്കേ, യാബീന്റെ ഭാര്യ പിന്നെ സീസരയുടെ യജമാൻ രാജാവ്, ആ രാജാവ് ഇവനുമായിട്ട് ഈ കുടുംബമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ സീസര ഓടിക്കേറിയത് അതുകൊണ്ടാണ്. കാരണം എന്നാന്ന് വെച്ചാൽ പിന്നെ ഈ കനാന്യ രാജാവ് യാബീന് വിറ്റ് കളഞ്ഞപ്പോ യാബീന്റെ സേനാപതിയാ ഈ പിന്നെ സീസര. അതുകൊണ്ട് ഇവര് തമ്മിലുള്ള കണക്ഷൻ അറിയാവുന്നത് കൊണ്ട് കയറി രക്ഷപ്പെടാവുന്നത്. അപ്പൊ തക്കം നോക്കി അവിടെ നിന്ന് എത്ര ബുദ്ധിയോടെ പെരുമാറി. കയറി മനെ ഒന്നും പേടിക്കണ്ട, വാ കയറി വാ. പാൽ തുരുത്തി തുറന്ന് പാലും കൊടുത്തു. പരവാതി ഞാനിട്ട് മൂടിയേച്ച് ചുറ്റിയെ ഇങ്ങോട്ട് എടുത്ത് കുറ്റി എടുത്തിട്ട് അവന്റെ ചെന്നിക്കടിച്ചിട്ട് അത് താഴെ ചെന്ന് തറച്ചു. ചലിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു, അതൊക്കെ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല, കേറിക്കോളാൻ. പതുക്കെ അവന്റെ അടുക്കൽ ചെന്ന് കുറ്റി അവന്റെ ചെന്നിയിൽ തറച്ചു. അത് നിലത്തി എന്നുറച്ചു. അവന് ഗാഠനിദ്രയായതുകൊണ്ട് അവൻ ബോധം കെട്ടും മരിച്ചുപോയി. ചിലതിനെ നിന്റെ കയ്യിലോട്ട് തരുന്ന, ചില പരിചയങ്ങളും ബന്ധങ്ങളും ഉള്ളത്, ചിലതിനെ നാളുകളായിട്ട് ദൈവജനത്തെ തകർക്കുന്നതിനെ, മുട്ടിക്കുന്നതിനെ, ഇല്ലായ്മ ചെയ്യുന്നതിനെ നിന്റെ കൈ കൊണ്ട് തീർക്കാൻ ദൈവം തീരുമാനിച്ചെങ്കിൽ, നിനക്കൊരു പൊസിഷൻ അവിടെ തന്നെങ്കിൽ, അവരുമായിട്ട് അവന്റെ ഈ സീസറയുടെ യജമാനനുമായിട്ട് ബന്ധം നിന്റെ ഭർത്താവിനുണ്ടെന്നുള്ള ആ കണക്ഷനാ നീ ഉപയോഗിച്ച്. വേറെ ഒന്നുമില്ല. ഡോക്ടറേറ്റ് ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. നേരത്തെ അവാർഡ് വല്ലതും മേടിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. യുവർ പൊസിഷൻ അവിടെ ഉണ്ടെങ്കിൽ ഒരു പ്രൊവിഷനും ഉണ്ട്. തകർത്ത് കളഞ്ഞു. മനസ്സിലായില്ലേ? ബാരാക്ക് സീസരയെ തിരിഞ്ഞു ചെല്ലുമ്പോൾ യായൽ അവനോട് പറഞ്ഞു, ചേട്ടാ നീ വരിക, ആരെ അന്വേഷിക്കുന്നത്? ആ കൊണ്ടുപോക്കൂ. എങ്ങനെയുണ്ട്? നീ കൊണ്ടുപോക്കൂ. ബാരാക്ക് എന്ന് കഴിഞ്ഞുണ്ട് സീസര, നീ വരിക, നീ അന്വേഷിക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാം. അവൻ അടുത്ത് ചെന്നപ്പോഴ് സീസര ചെന്നിയിൽ കുറ്റിയുമായി മരിച്ചു കിടക്കുന്ന കണ്ടു. ഇങ്ങനെ ന്യായാധിപൻ 4:23 പറയും, ഇങ്ങനെ ദൈവം അന്ന് കനാന്യ രാജാവായ യാബീനെ ഇസ്രായേൽ മക്കൾക്ക് കീഴടക്കി. എങ്ങനെ ദേശത്ത് ആലോചന പറയാൻ ഒരു ദെബോര ഓടിച്ചു കൊണ്ടുവരുമ്പം അകത്ത് കയറ്റി കൂടാരത്തിന്റെ കുറ്റിയെടുത്ത് ചെന്നിക്കടിച്ച് ചുറ്റിയെടുത്ത് അടിച്ച് തറച്ച് അവനെ അവിടെ വീഴിക്കാൻ ഒരു യായല്. ഇങ്ങനെ ദൈവം സഹോദരിമാരെ നമ്മളെ യൂസ് ചെയ്യുന്നേ.
ഞാൻ എനിക്ക് എന്നാ ഡോക്ടറേറ്റ് ഉണ്ടോ, എനിക്ക് എന്നാ പ്രസംഗിക്കാൻ കഴിവുണ്ടോ, ഞാൻ എന്നാ സെക്രട്ടറി ആണോ, ഈ സെക്രട്ടറി ആണ്ട പ്രസിഡന്റിനോ ആണ്ട ഒന്നും വേണ്ട. ഇതൊക്കെ ലോകം തരുന്ന നിന്റെ മേലുള്ള ഒരു കൃപയുണ്ടല്ലോ, അത് മതി തമ്പുരാൻ. ആര് പറഞ്ഞു കൊടുത്തിട്ടാ ആയാല് ഇവനെ പരവതാനി മൂടി പാലും കൊടുത്തേച്ച് ചുറ്റിയെടുത്ത് ജന്നിക്കടിച്ച്? അവിടെയാണ് നമ്മളിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നത്. കൂടാരത്തിന്റെ കുറ്റിയെടുത്ത് എനിക്കടിക്കാൻ ആരെങ്കിലും അവൾക്ക് ഉപദേശം പറഞ്ഞോ? കമ്മിറ്റി കൂടി ഇല്ലല്ലോ. കൈ കിട്ടിയതിനെ അവിടെ വെച്ച് തകർക്കാനുള്ള അഭിഷേകം അവിടെ മേലുണ്ടായി. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ വേഗം സമയം അങ്ങ് പോവാ. സെലോഫാദിന്റെ പുത്രിമാരെ കുറിച്ച് ഈ സംഖ്യാപുസ്തകം പറയുന്നത്, യോസഫിന്റെ മകനായ മനശ്ശെയുടെ കുടുംബത്തിൽ മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മകനായ എല്യാദിന്റെ മകനായ ഹേഫറിന്റെ ഹേഫറിന്റെ മകനായ സെലോഫാദിന്റെ പുത്രിമാര്. അതാ വംശാവലി ഇങ്ങോട്ട് പറഞ്ഞു വന്നേച്ച്. അവര് പറയാണ്, അവരുടെ പേരാണ് മഹ്ള, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ. അവര് അടുത്തു വന്നു. അവന്റെ പുത്രിമാർ മഹ്ള, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാഗമനങ്ങളുടെ കൂടാരത്തിന്റെ വാതിക്കൽ മോശയുടെ എലയാസർ പുരോഹിതന്റെയും പ്രഭുക്കന്മാരുടെ സർവ്വസഭയുടെ മുമ്പാകെ ചെന്നു നിന്നു. ആ കാലഘട്ടത്തെ ഓർക്കണം, അന്നത്തെ നിയമങ്ങളെ ഓർക്കണം. പക്ഷേ ഇവരെല്ലാം കൂടെ, ഈ പെൺമക്കളെല്ലാം കൂടെ ഈ സർവ്വസഭയുടെ, മോശയുടെയും എലയാസർ പുരോഹിതന്റെയും പ്രഭുക്കന്മാരുടെ സർവ്വസഭയുടെ മുമ്പാകെ ചെന്നു എന്ന് പറഞ്ഞു, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല. കണ്ടോ, അവൻ മരിച്ചുപോയി. അവൻ സ്വന്തം പാപത്താൽ അത്രയും മരിച്ചത്, അല്ലാതെ ദൈവത്തിന് വിരോധമായി അവനൊന്നും ചെയ്തില്ല. അവന് പുത്രന്മാരുണ്ടായിരുന്നില്ല. നിങ്ങൾ കേട്ടോണം, ഞങ്ങളുടെ അപ്പന് മകനില്ലാത്ത കൊണ്ട് അവന്റെ പേര് കുടുംബത്തിൽ നിന്ന് ഇല്ലാതെ പോകുന്നത് എന്ത്? അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കൊരു അവകാശം തരണം കേട്ടോ. ഈ സഹോദരി, അന്നത്തെ കാലത്ത് ഇവർക്ക് ഇല്ല, ഇസ്രായേലിലെ സഹോദരിമാർക്ക് അവകാശമില്ല. മകനില്ലെങ്കിൽ അത് പിന്നെ ഈ അപ്പന്റെ സഹോദരന്മാർക്ക് കൊടുത്ത് പോവുക. ഇവർ ചോദിച്ചാൽ ഞങ്ങളുടെ അപ്പൻ ഓരോന്റെ കൂടെ ചേർന്ന് ദൈവത്തിന് വിരോധമായി പാപം ചെയ്തല്ല, അവൻ സ്വന്തം പാപത്തിലാണ് മരിച്ചത്. ഞങ്ങളുടെ അപ്പൻ ഒരു മകനില്ലെന്നുള്ളത് കൊണ്ട് ആ കുടുംബത്തിൽ അവന്റെ പേരെങ്ങനെ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെ വരുന്നു? അവന്റെ അപ്പന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കൊരു അവകാശം തരണം. മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. കാര്യം മോശയ്ക്ക് തീരുമാനം എടുക്കാനൊക്കെ. യഹോവ മോശയോട് അരുളി ചെയ്തു, സെലോഹാദിന്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പന്റെ അവകാശം അവർക്ക് കൊടുക്കണം. ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ അവന്റെ അവകാശം അവന്റെ മകൾക്ക് കൊടുക്കണം. കണ്ടോ, ഈ പെൺകുട്ടികൾ അവരുടെ അവകാശം ന്യായമാതെ ചോദിക്കാൻ ഈ സഭയുടെ മുമ്പേ, മോശയുടെ മുമ്പേ, മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ, പ്രഭുക്കന്മാരുടെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ മോശ ഇത് ദൈവത്തിന്റെ മുമ്പിലോട്ട് വെച്ചോണ്ട് തമ്പുരാൻ പറയാണ്, ഓടെ തമ്പുരാൻ പറയാണ്, ഇവര് പറയുന്നത് ശരിയാ. അവർക്ക് എങ്ങനെ ഒരു അവകാശം ഇല്ലാതെ പോകുന്നു? എങ്ങനെ അവർക്ക് അവകാശമില്ലാതെ പോകുന്നു? നടക്കത്തില്ല. അവന്റെ അവകാശം അവന്റെ മകൾക്ക് തന്നെ കൊടുക്കണം. നിയമം മാറ്റി ദൈവം. ന്യായമായ ഒരു വിഷയത്തിന് വേണ്ടി നീ നിൽക്കുകയാണെങ്കിൽ ഇന്നുള്ള നിയമം, സർക്കാർ വെച്ചേക്കുന്ന നിയമം മാറ്റാൻ, ദേശത്തുള്ള നിയമം മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയും. നീ നിൽക്കണം, നീതിക്ക് വേണ്ടി നിൽക്കണം, ന്യായത്തിന് വേണ്ടി നിൽക്കണം. നീ ഒറ്റ ഒരാൾ നിന്നാൽ മതി, നിയമം മാറ്റാം. ദൈവം അനുകൂലമാകും. ഇനി നോക്കിക്കേ, അബിഗയിലിനെ ഒന്ന് നോക്കിക്കേ. അബിഗയിലിന്റെ ഭാര്യ, നാബാലിന്റെ ഭാര്യ, അവന്റെ ഭാര്യയ്ക്ക് അബിഗയിൽ എന്ന് പറയും. അവൾക്ക് അതിനെ കുറിച്ച് പറയുന്നുണ്ടെ അവള് കണ്ടാൽ നല്ല സുന്ദരിയാന്നല്ല പറഞ്ഞു. അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരി. ഈ സൗന്ദര്യം വ്യർത്ഥവും ലാവണ്യം വ്യാജവും. ഭക്തിയുള്ളവളോ പട്ടണത്തിൽ ആദരിക്കപ്പെടും. സുന്ദരി എന്നുള്ള അല്ല അവിടെ, അവൾ വിവേകം. സഹോദരിമാരെ, നമുക്ക് വേണ്ടിയ വിവേകം, വികാരമല്ല വേണ്ടിയത്. വികാരം നമുക്കെല്ലാം ഉണ്ട്. കേൾക്കുന്നുണ്ട്, നെഞ്ചത്തടിക്കുകയും കരയും, അയ്യോ എന്ന് പറയും, പരാതി പറയും. പക്ഷെ വിവേകം വേണം നമുക്ക്. അവൾ വിവേകമുള്ളവളും സുന്ദരിയും. അവനോ നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായിരുന്നു. അവൻ കാലേബിന്റെ വംശക്കാരനായിരുന്നു. നാബാലിന് ആടുകളെ രോമം കത്തിരിക്കുന്ന രോമം ഉണ്ടെന്ന് കേട്ടപ്പോൾ ദാവീദ് മരുഭൂമിയില്ല. അപ്പം ദാവീദ് അവിടെ ആളുകളെ അയച്ചു. അന്ന് വലിയ ഫീസ്റ്റാ നടക്കുന്നത്. ഇങ്ങനെ കത്തിരിക്കുന്ന രോമം ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. നിന്റെ ഇടയന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അവരെ ഉപദ്രവിച്ചില്ല. അവർ കമ്മേലിരുന്ന കാലത്തൊക്കെ അവർക്കൊന്നും കാണാതെ പോയുമില്ല.
ദാവീദ് ബാല്യക്കാരിയെന്ന് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ നാബാല് മഹാമോശമായിട്ട് സംസാരിച്ചു. ദാവീദിന്റെ ഭൃത്യന്മാര്, ദാവീദ് ആരാ? ഇശായിയുടെ മകൻ ആരാ? യജമാനെ വിട്ട് പോയിക്കളയുന്ന ആസമാൻ ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അപ്പവും വെള്ളവും എൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്നവർക്ക് ഒരുക്കിയ മാംസം എടുത്ത് എവിടുത്തുകാരെന്നറിയാത്തവർക്ക് ഞാൻ കൊടുക്കുകയായിരുന്നു. കണ്ടോ? അപ്പോ ദാവീദ് തന്റെ ആളുകളോട് പറഞ്ഞു, എല്ലാവരും വാൾ അരക്കി കെട്ടിക്കോളാം. ഏകദേശം 400 പേർ ദാവീദിന്റെ പിന്നാലെ പുറപ്പെട്ടു. 200 പേർ അവരുടെ സാധനങ്ങൾ പറഞ്ഞു. എന്നാൽ ബാല്യക്കാരിലൊരുത്തൻ ഓടിച്ചെന്ന് അബിഗേലിന്റെ ഭാര്യയോട് പറഞ്ഞു, അബിഗേലിനോട്, നാബാലിന്റെ ഭാര്യയോട് പറഞ്ഞു, ദാവീദ് നമ്മുടെ യജമാന് വന്ദനം ചെല്ലുവാൻ മരുഭൂമിയിൽ നിന്ന് ദൂതന്മാരെ അയച്ചു. അവനും അവരെ ശകാരിച്ചയച്ചു. എന്നാ പുരുഷന്മാർ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്തവരാ. ഞങ്ങൾ വയലിൽ അവരുമായി സാഹസം ചെയ്ത കാലത്ത് ഒരിക്കലും അവർ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല. ഞങ്ങൾക്കൊന്നും കാണാതെ പോയതില്ല. ഞങ്ങൾ ആടുകളെ മേയിച്ച് അവരുടെ കൂടെ ആയിരുന്നപ്പോഴൊക്കെ രാവും പകലും അവർ ഞങ്ങൾക്ക് ഒരു മതിലായിരുന്നു. അതിലിപ്പോൾ എന്തോ ചെയ്യണം? ആലോചിച്ച് നോക്കണം. നമ്മുടെ യജമാനും അവന്റെ സകല ഭവനത്തിനും ദോഷം നിർണയിച്ചു പോയിരിക്കുന്നു. അവനോ ദുസ്വഭാവിയാകൊണ്ട് അവനോട് ആർക്കും ഒന്നും മിണ്ടിക്കൂടാ. ഇവനോട് എന്ന് പറഞ്ഞിട്ട് ഒരു ഗുണവുമില്ല നാബാല്. അടുത്ത വാക്യം നിങ്ങൾ വായിച്ചോണം. അതിന്റെ 25-18. ഉടനെ അബീഗയിൽ 200 അപ്പവും 2 തുരുത്തി വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 പറ മലരും 100 ഉണക്കമുന്തിരിക്കുലയും 200 അത്തിയടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി ബാല്യക്കാരോട്, നിങ്ങൾ എനിക്ക് മുമ്പായി പോകുകയും ഞാൻ ഇതാ പിന്നാലെ വരുന്നെന്ന് പറഞ്ഞു. ഇനി അടുത്ത് നിങ്ങൾ അടിവരേണ്ട ഒരു കാര്യം, തന്റെ ഭർത്താവായ നാബേലിനോട് അവൾ ഒന്നും അറിയിച്ചില്ലതായി. ആ സമയത്ത് അവനോട് എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ല, ദോഷമേ വരത്തുള്ളൂ. ദാവീദ് വന്നാൽ ഇവിടെ കുലത്തിൽ ഒരെണ്ണം ശേഷിക്കാതെ ഇല്ലാതായി പോകും. അതുകൊണ്ട് ആ പ്രശ്നം പരിജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യാൻ അവൾ നാബാലിനെ ഒന്നും അറിയിച്ചില്ല. നമ്മൾ അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് പോകുന്ന പറയാതെ പോകുന്ന പോലെയല്ല. ഒരു വിഷയത്തിന് പോകുമ്പോൾ അറിഞ്ഞാൽ അത് ദോഷം ചെയ്യുമെന്നുണ്ടെങ്കിൽ പറയാതിരിക്കാനുള്ള പരിജ്ഞാനം നമുക്ക് വേണം. അവൾ കഴുതപ്പുറത്ത് കയറി മലയുടെ മറയിൽ കൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ ഇതാ ദാവീദും അവന്റെ ആളുകളും അവരുടെ നേരെ വരുന്നു. അവൾ അവരെ എതിരേറ്റു. ദാവീദ് മരുഭൂമിയിൽ അവനുണ്ടായിരുന്നതൊക്കെയും ഞാൻ വെറുതെ അല്ലോ കാത്തത്, അവന്റെ വകയൊന്നും കാണാതെ പോയില്ല. അവനോ നന്മയ്ക്ക് വരെ എനിക്ക് തിന്മ ചെയ്തെന്ന് പറഞ്ഞാൽ ദാവീദ് വരും. അവന്റെ കുടുംബത്തിൽ ഒരു പുരുഷപ്രജയെ പോലും ഞാൻ വെച്ചിരിക്കുകയില്ല, അല്ലെങ്കിൽ യഹോവ എനിക്ക് ദാവീദിന്റെ ശത്രുക്കൾക്ക് തോണും അധികവും ചെയ്യട്ടെന്ന് പറഞ്ഞാണ് ദാവീദ് വരുന്നത്. പിന്നെ അബീഗയിൽ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി ദാവീദിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എന്നിട്ട് അവൾ പറയാണ്, അവൾ അവന്റെ കാൽക്കൽ വീണ് പറഞ്ഞു, യജമാനെ കുറ്റം എന്റെ മേലിരിക്കണം, അടിയനൊന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ, അടിയൻ കേൾക്കണം. ദുസ്സഭ്യവിയായ ഈ നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുത്. അവൻ തന്റെ പേര് പോലെ തന്നെയാകുന്നു. നാബാൽ എന്നല്ലോ അവന്റെ പേർ. പോഷത്വം എന്നത്ര അവന്റെ പക്കലുള്ള. അടിയനും യജമാൻ അയച്ചവരെ കണ്ടില്ല, ബാല്യക്കാരെ കണ്ടില്ല. ആകയാൽ യജമാനെ യഹോവയാണ് നിന്നാണ്. രക്തപാതവും സ്വന്തം കൈയാൽ പ്രതികാരവും ചെയ്യാതെ വേണം യഹോവ നിന്നെ തടുത്തിരിക്കുന്നു. നിന്റെ ശത്രുക്കൾ യജമാന്റെ ദോഷം വിചാരിക്കുന്നു, നാബാലിനെ പോലെ ആകട്ടെ. കണ്ടോ എന്ത് പരിജ്ഞാനത്തിന്റെ വാക്കുകൾ! ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ശ്രദ്ധിച്ച് വായിക്കണം. 25, 26, 27 ഒക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുക. യജമാൻ ഇപ്പോൾ യജമാന്റെ അടുക്കൽ അടിയൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാഴ്ച യജമാന്റെ പരിചാരന്മാരായ ബാലിക്കാർക്ക് ഇരിക്കട്ടെ. യജമാൻ ഇരിക്കട്ടെ എന്നും അവൾ പറഞ്ഞില്ല. അതിന്റെ കുറ്റം ക്ഷമിക്കണമേ. യഹോവ യജമാന് സ്ഥിരമായൊരു ഭവനം പണിയും. യഹോവയുടെ യുദ്ധങ്ങളെ അല്ലോ യജമാനൻ നടത്തുന്നത്. ആയുഷ്കാലത്ത് ഒരിക്കലും നിന്നിൽ ദോഷം കാണുകയില്ല. മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാൽ യജമാന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവപാണത്തിൽ കിട്ടപ്പെട്ടു. നിന്റെ ശത്രുക്കളെയോ പാണങ്ങളെയോ അവൻ കവണയുടെ തടത്തിൽ നിന്ന് എന്ന പോലെ എറിഞ്ഞു കളയും. എന്നാൽ യഹോവ യജമാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും നിവർത്തിച്ചു തന്ന് നിന്നെ ഇസ്രായേലിനെ പ്രഭുവാക്കി വെക്കുമ്പോൾ അകാരണമായ രക്തം ചിന്തിയും യജമാനൻ തന്നെ പ്രതികാരം നടത്തുകയും ചെയ്തു പോയി എന്നുള്ള ചഞ്ചലവും മനോവ്യത യജമാൻ ഉണ്ടാകുകയില്ല. കണ്ടോ? അതുകൊണ്ട് യഹോവ യജമാനെ നന്മയും അടിയനെയും ഓർക്കും. കണ്ടോ? ഇതെല്ലാം പറഞ്ഞു. എന്ത് യോഗ്യ! നിങ്ങൾ ആ വാക്യങ്ങൾ എടുത്ത് 31 വരെയുള്ള വാക്യം വായിക്കണം. എത്ര പരിജ്ഞാനത്തോടു കൂടി അവൾ സംസാരിച്ചത്. ദാവീദ് അബിഗേലിനോട് പറഞ്ഞു, എന്നെ എതിരേൽപ്പാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. നിന്റെ വിവേകവും സ്തുത്യം. രക്തപാതവും സ്വന്തം കയ്യ പ്രതികാരവും ചെയ്യാതെ വേണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെടും. നിന്നോട് ദേഷ്യം ചെയ്യാതെ വേണം എന്നെ തടുത്തിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. നീ ബന്ധപ്പെട്ട് എന്നെ എതിരേറ്റ് വന്നിരുന്നെങ്കിൽ നേരെ പുലരുമ്പോഴേക്കും പുരുഷൻ പ്രജ ഒന്നും നാബാലിന് ശേഷിക്കുകയില്ല. പിന്നെ അവൾ കൊണ്ടുവന്നത് ദാവീദ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി. സമാധാനത്തോടെ പോക, വീട്ടിലേക്ക് പോക, ഇതാ ഞാൻ നിന്റെ വാക്ക് കേട്ട് നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. കണ്ടോ? പോഷത്വം മാത്രം പ്രവർത്തിക്കുന്ന ദാവാലിന്റെ വീട്ടിൽ ഭാര്യയായിട്ടിരിക്കുന്നവള് ഒരു പ്രശ്നം വന്നപ്പം
അവൾ ആ കുടുംബത്തിൽ നിന്നുകൊണ്ട് ആ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൾ എത്ര പരിജ്ഞാനത്തോട് ചെയ്തു. നമ്മളെ ദൈവം ഒരു പൊസിഷനിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എസ്തറിനോട് പറഞ്ഞു, ഇതിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, എന്നെ നിങ്ങളെ ആക്കി വെച്ചത് എവിടാണെന്ന്, എന്തിനാണെന്ന് തിരിച്ചറിയണം. മക്കളെ, ഞാനൊരു കാര്യം പറയാം, നിങ്ങളത് കേട്ട് നിങ്ങളത് മനസ്സുണ്ടെങ്കിൽ ഏറ്റെടുക്കണം. ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് എന്നോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. കർത്താവിനെ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട്. എന്നോട് ചോദിച്ചു, പർവ്വജാതികൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു. പർവ്വജാതികൾ ഉണ്ടായി. ഞാൻ പറഞ്ഞില്ല കൊക്ക് വേണം, പിന്നെ അതിന് തൂവല് വേണം, അതിന് വാല് വേണം, ചുണ്ട് വേണം, കാല് വേണം, ചെറുതായിരിക്കണം, വലുതായിരിക്കണം, ഇന്ന കളർ വേണം, ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഇതെങ്ങനെ ഉണ്ടായി? ഞാൻ പറഞ്ഞപ്പ എനിക്കറിയത്തില്ല. എന്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നതാണ്. അന്നാക്കണ്ടത്തില് ഞാൻ നിന്നെ വിളിക്കുമ്പോ എന്റെ സങ്കല്പത്തിൽ ഒരു അന്നാക്കണ്ടത്തിൽ നിന്നെ ഞാൻ വിളിച്ചെങ്കിൽ, അതുകൊണ്ടാ എന്നോട് പറഞ്ഞു, മത്തായി 16 എടുത്ത് വായി, പറയോ ശിമോനെ നീ ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്ന് പല പ്രാവശ്യം പറഞ്ഞു. കർത്താവിന് മരണത്തെ കുറിച്ച് പറയുമ്പോൾ ശിമോൻ പറഞ്ഞു, ഗുരു നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, സേറ്റൻ ഗോ ബിഹൈൻഡ് മീ, സാത്താനെ എന്റെ പുറകിൽ പോകും, നീ എനിക്ക് ഇടർച്ചയാവുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരത്തെ ചിന്തിക്കും. നിന്നെ എന്നെയും വിളിക്കുമ്പോൾ, എന്നെയും നിന്നെ ഒരു സ്ഥാനത്താക്കി വെക്കുമ്പോൾ, ദൈവത്തിന്റെ കയ്യിൽ നമ്മളെക്കുറിച്ച് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. അവരത് ചെയ്തു, അതുകൊണ്ട് ഞാനിത് ചെയ്തു. IPC-ക്കാർ ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു. AG-ക്കാർ അങ്ങനെ ചെയ്തു, ഞാനിങ്ങനെ ചെയ്തു. അവരിത് ചെയ്തു. വേണ്ട, എന്തിനാ നിന്നെ വിളിച്ചത്? എന്തിനാ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്? 2011 തൊട്ട് ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. എന്നോട് കർത്താവ് പറഞ്ഞു, ദേശസ്വതന്ത്രമാണ്. ദേശസ്വതന്ത്രമായെങ്കിലും ജനസ്വതന്ത്രമാണ്. ഇനി ഡിസംബർ 1 തൊട്ട് 30 വരെ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. 31-ാം തീയതി ആണ്ടർ യോഗം. ദേശസ്വതന്ത്രമാണ്. ഇതൊരു സാത്താന്യ സേറ്റനിക് ട്രിനിറ്റി ആയത് മണർകാടം, പുതുപ്പള്ളി, മാങ്ങാനം എന്ന്. ഇവിടെ ആക്കി വെച്ചെങ്കിൽ പ്രശ്നമുണ്ട്, കഷ്ടമുണ്ട്. പക്ഷെ ഇവിടെ നിൽക്കണം. എന്തിനാക്കി? ദൈവത്തിനൊരു ഉദ്ദേശം. പ്രശ്നമാകുമ്പോൾ ഓടിപ്പോകാനാണ്, രക്ഷപ്പെടാനാണ്. ഹാഗാറിന്റെ സൊല്യൂഷൻ അല്ല നമ്മുടെ സൊല്യൂഷൻ. പ്രതിസന്ധി വരുമ്പോൾ ഇറങ്ങി ഓടുക, ഓടിപ്പാനല്ല, വിട്ടുപോകാനല്ല. കുടുംബജീവിതത്തിൽ പ്രശ്നം കാണും, ഭവനത്തിനകത്ത് പ്രശ്നം കാണും, സാമ്പത്തിക വിഷയങ്ങൾ കാണും, ആരോഗ്യത്തിന് പ്രശ്നം കാണും, എന്തുമായിക്കൊള്ളണം. നിന്നെ ആക്കി വെച്ചെങ്കിൽ, ദൈവം നിന്നെ ഒരു പൊസിഷൻ നിർത്തിയെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമാണ്. ആ പൊസിഷനിൽ നിന്ന് വേണം നമ്മൾ ചെയ്യാൻ. മനസ്സിലാവുന്നത്? ആ പൊസിഷനിൽ നിന്നെങ്കിൽ നിന്നെ കൊണ്ടുള്ള എന്താ ദൈവത്തിൻ്റെ ഉദ്ദേശം? അതിനുള്ള പ്രൊവിഷൻ ദൈവത്തിന്. നീ അതിനെക്കുറിച്ച് ഭാരപ്പെടണം. നീ അവിടെ നിന്നാൽ മതി. നിന്നിൽ കൂടെ ആയിരിക്കും അവിടുത്തെ. മനസ്സിലാവുന്നുണ്ട്? അപ്പോ ഇനി ഞാൻ ഒറ്റ ഒരാളെ കുറിച്ചുകൂടെ വേഗം പറഞ്ഞേ. അയ്യാവിന്റെ മകൾ രിസ്പ. നിങ്ങളെടുത്ത് വായിച്ചാൽ മതി. പിന്നെ 21-ാം അധ്യായം എടുത്ത് വായിക്കുന്നുണ്ട്. അയ്യാവിന്റെ മകൾ രിസ്പ. നമുക്കറിയാം, ദാവീദിന്റെ കാലത്ത് ക്ഷാമം വന്നു, തുടർച്ചയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നാന്ന് ചോദിച്ചു. അപ്പൊ അവര് നോക്കിക്കേ, ഇവര് ഈ പിന്നെ ഒരു ഉടമ്പടി തെറ്റിച്ചു. ഉടമ്പടി തെറ്റിച്ച് ശൗല് കയറി ചെയ്തത്. മനസ്സിലായില്ലേ? ഗിബിയോന്റരുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു. പക്ഷെ അത് ശൗല് ഇവരോടുള്ള ആ തീഷ്ണതയിൽ കയറി എരിവിൽ, തനിക്കുണ്ടായിരുന്ന എരിവിൽ അവരെ സമ്മതിച്ചു. അപ്പൊ അത് കാരണമാണെന്ന് മനസ്സിലാക്കിയോണ്ട് എന്തോ ചെയ്യണമെന്ന് ചോദിച്ചെന്നെ പറഞ്ഞു, ഞങ്ങള് പൊന്നും വെള്ളി കൊണ്ട് നോക്കുകയല്ല, ഇസ്രായേലിൽ ഒരുത്തനെ കൊല്ലുന്നത് ഞങ്ങൾക്കുള്ളതല്ല, പിന്നെ എന്തോ വേണം ദാവീദ് ചോദിച്ചെന്നെ പറഞ്ഞു, ഞങ്ങളെ നശിപ്പിച്ച് ഇസ്രായേൽ ദേശത്തെ ഞങ്ങൾക്ക് ശരിക്കും മുടിഞ്ഞു പോകത്തണം ഉപായം ചിന്തിക്കുകയും ചെയ്ത മക്കളിൽ ഞങ്ങൾക്ക് 7 പേരെ തരണം. അപ്പം നോക്കി, ദാവീദിനോട് പറയാം, ശൗലിന്റെ മകനായ യോനാഥാൻ തമ്മിൽ ഉടമ്പടി ചെയ്തത് നിമിത്തം ശൗലിന്റെ മകനായ യോനാഥാൻ മെഹിമോശത്തിനെ ഒഴിച്ചിട്ട് പറഞ്ഞു, അയ്യാവിന്റെ മകൾ രിസ്പ ശൗലിനെ പ്രസവിച്ച, ശൗലിന്റെ വെപ്പാട്ടിയായിരുന്നു രിസ്പ, 2 മക്കളെയും, അർമോനിയെയും മെഹോഫോശത്തിനെയും, ശൗലിന്റെ മകളായ മീഖൾ എന്ന ബൈബിളിൽ കിടക്കുന്നത് തെറ്റ. മീഖൾ ദാവീദിന്റെ ഭാര്യ, അവർക്ക് കുഞ്ഞുങ്ങളില്ല. മേരബ് മെഹലോത്യൻ ബർസിലായിയുടെ മകനായ അദ്രിയേലിനെ പ്രസവിച്ച 5 പുത്രന്മാരെയും രാജാവ് വിളിച്ച് ഗിബിയോന്യരുടെ കയ്യിലേൽപ്പിച്ചു. അവരെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ അവർ 7 പേര് ഒരുമിച്ച് മരിച്ചു. കൊയ്ത്തുകാലത്തിന്റെ ആദ്യ ദിവസങ്ങളായി, കൊയ്ത്തിന്റെ ആരംഭത്തിലായിരുന്നു അവരെ കൊന്നത്. അയ്യാവിന്റെ മകളായ രിസ്പ ചാക്കുശീല എടുത്ത് പാറമേൽ വിരിച്ച്
കൊയ്ത്തുകാലത്തിന്റെ ആരംഭം മുതൽ ആകാശത്ത് നിന്ന് അവരുടെ മേൽ മഴ പെയ്തതുവരെ, ഇതിനൊക്കെ ഒത്തിരി ഉണ്ട്. അവരുടെ മേൽ മഴ പെയ്തതുവരെ ആകാശത്തിലെ പക്ഷികളോ രാത്രി കാട്ടുമൃഗങ്ങളോ അവരെ തൊടുവാൻ സമ്മതിക്കാതെ കാവലിൽ. ഒരു തലമുറയ്ക്ക് വേണ്ടി. നിന്റേത് 2 ഉള്ളൂ, മറ്റവരുടെ 5 ഉണ്ട്. പക്ഷെ ഒരു തലമുറ മുഴുവൻ നോക്കി. പകൽ എന്താ ചെയ്യുന്നത്? ആദ്യത്തെ മഴ, പകൽ ആകാശത്തിലെ പക്ഷികളും രാത്രി കാട്ടുമൃഗങ്ങളും അവരെ തൊടുവാൻ. ഇതിനകത്ത് രാഷ്ട്രീയ സ്വാധീനങ്ങളോ പൈശാചിക മണ്ഡലങ്ങളോ തൊടാതെ വണ്ണം ഒരു തലമുറയ്ക്ക് വേണ്ടി കാവലിരുന്ന ഉണ്ടോ? അവള് ചെയ്തത് ദാവീദ് കേട്ടിട്ട് ഫിലിസ്ത്യർ ഗിൽബോയിൽ ശൗലിനെ കൊന്ന നാളിൽ ബേത്ശാൻ നഗരവേദിയിൽ ഫിലിസ്ത്യർ തൂക്കിക്കളയുകയും ഗിലിയാദിലെ യാബേശ്വരം അവിടെ നിന്ന് മോഷ്ടിക്കുകയും കൊണ്ടിരുന്ന ശൗലിന്റെ അവന്റെ മകൻ യോനാഥാന്റെ അസ്ഥികളെയും അവരുടെ അടുക്കൽ നിന്ന് എടുത്ത്, അങ്ങനെ അവൻ അവന്റെ മകൻ യോനാഥാന്റെ അസ്ഥികളെ അവിടെ നിന്ന് വരുത്തി തൂത്തിക്കൊന്നവരുടെ അസ്ഥികളെ അവർ പെറുക്കിയെടുത്തു. ശൗലിന്റെ അവന്റെ മകൻ യോനാഥാന്റെ അസ്ഥികളെ ബെന്യാമീൻ ദേശത്ത് സേലയിൽ അവന്റെ അപ്പനായ കീശിന്റെ കല്ലറ അടക്കം ചെയ്തു. രാജാവ് കൽപ്പിച്ചൊക്കെ ചെയ്ത് നോക്കിക്ക്. ഒരു പിതാക്കന്മാർക്ക് വരെ മാന്യത കിട്ടി. ഇവളാ ദിസ്പ ചെയ്തതുപോലെ കാവൽ നിൽക്കാൻ, പകല് രാത്രി ഇട്ടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ. എന്ത് ഭയങ്കരമായിട്ട് അത് പറഞ്ഞിരിക്കുക. അത് പറയാനാണ് മണിക്കൂറുകൾ എടുക്കും. മനസ്സിലാവുന്നു? പകൽ ആകാശത്തിലെ പക്ഷികളോ രാത്രി കാട്ടുമൃഗങ്ങൾ അവരെ തൊടുവാൻ സമ്മതിച്ചില്ല. എൻ്റെ പ്രിയ ദൈവജനമേ, എന്നെയും നിന്നെ ഒരു പൊസിഷനിലാക്കി വെക്കുമ്പോൾ ഗോഡ് ദൈവത്തിന് അതിനൊരു പ്രൊവിഷൻ ദൈവത്തിൻ്റെ ഉണ്ട്. ദൈവത്തിൻ്റെ പ്രൊവിഷൻ ആയിട്ട് അവിടെ നിനക്കൊരു നിയോഗമുണ്ട്. ഒരു നിയോഗമുണ്ട്. നിന്നെ ആക്കി ഇതിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കും. ആർക്കറിയാം? ഇതിനായിട്ടല്ലയോ നിന്നെ അവിടെ ആക്കി വെച്ചിരിക്കുന്നു? ഇതിനായിട്ടല്ലയോ നിന്നെ ആ ഭവനത്തിലാക്കി വെച്ചിരിക്കുന്നു? ഇതിനായിട്ടല്ലയോ നിന്നെ ആ സഭയിലാക്കി വെച്ചിരിക്കുന്നു? ഇതിനായിട്ടല്ലയോ നിന്നെ ആ കുടുംബത്തിലാക്കി വെച്ചിരിക്കുന്നു? ആക്കി വെച്ചിരിക്കുന്നിടത്ത് നിയോഗം തിരിച്ചറിഞ്ഞ് എന്നെ എന്തിനിവിടെ കൊണ്ടുവന്ന് കർത്താവേ, എന്നെ എന്തിനാ വിളിച്ചത്? നിന്റെ വിളി, നിന്റെ തെരഞ്ഞെടുപ്പ് എന്തിനാ തെരഞ്ഞെടുപ്പ്? നീ എന്നെ ഉപയോഗിക്കണം. ഇവിടെ പിടിച്ചേക്കാൻ എനിക്ക് കൃപ തരണം. ഈ പ്രതിസന്ധിയിൽ പിടിച്ചേക്കാനുള്ള കൃപ, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി നിന്റെ ബലഹീനത തികഞ്ഞു വരുമെന്ന് മുസ്ലിം പൗലോസിനോട് പറഞ്ഞ് ആ കൃപ ഇന്ന് നമ്മുടെ കൂടെ വന്നു. ഈ രാവിലെ ഇത്രയും പ്രതിസന്ധികൾ, നിങ്ങളാണെങ്കിൽ അവിടെ എഴുന്നേക്കത്തില്ല. തൻ്റെ അസി എനിക്ക് പറ്റത്തില്ലെന്ന് കയറാൻ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞ സൈന്യം പറ്റത്തില്ല. അമ്മയുടെ പേര് സജിനിയാണ്. അവളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. അവൾക്ക് 35 അനുരൂപനായ ഒരു വിവാഹം അവർക്ക് നടക്കണം. ഒരു പാസ്റ്റർ, ഒരു ദൈവകൃപയുള്ള മനുഷ്യനെ അവളുടെ കുടുംബത്തിൽ അവൾ മാത്രമേ ഉള്ളൂ വിശ്വാസം. ഞാൻ പറഞ്ഞ ടെമ്പററി ബാഗ് നമുക്ക് പെട്ടെന്ന് വെക്കാം, എനിക്ക് മീറ്റിങ്ങിന് കാരണം. ടെമ്പററി ബാഗ് വെച്ച് ഒട്ടിക്കാൻ നോക്കിയപ്പം ഇവിടെ ഈ മൈക്രോപോറിന്റെ ടേപ്പില്ല. ഇവിടെ എല്ലാം തപ്പിയിട്ട് കാണുന്നു. ഇപ്പം മറ്റേ ബാഗ് തന്നെ വെക്കുന്നതുകൊണ്ട് മൈക്രോപോർ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് അതും ഇല്ല. ഏതാണേലും അവിടെ ഇവിടെ ഇരുന്ന് എല്ലാം എടുത്ത് തപ്പിയെടുത്ത് ഒട്ടിച്ച് പെട്ടെന്ന് എടുത്ത് ഉടുപ്പ് ഇട്ട് കൂടി വന്നിരുന്നു സംസാരിക്കാൻ ദൈവത്തിൽ വന്നു. ഞാൻ നിങ്ങളെ മക്കളെ എന്ന് വിളിക്കട്ടെ. ഞാൻ നിങ്ങളെ കുഞ്ഞനിയത്തിമാരെ എന്ന് വിളിക്കും. ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ടവരെ എന്ന് വിളിക്കും. എന്നെ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനം ദൈവത്തിന്റെ പ്രൊവിഷൻ നമ്മുടെ ഉണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു നിയോഗമുണ്ട്. ആ നിയോഗം പൂർത്തിയാക്കാൻ നമുക്ക് കൃപ ആവശ്യം. പിടിച്ചു നിൽക്കണം. ഓടിപ്പാനല്ല, വയ്യാന്ന് പറയാനല്ല, അയ്യോ എന്ന് പറയാനല്ല. എബ്രായ സ്ത്രീകൾ നല്ല ധർമ്മമുള്ളവർ. അവരിവരെ പോലെ അല്ല. എന്നെയും നിന്നെയും കാണുന്നവർ പറയണം നല്ല ധർമ്മമുള്ളവർ. കാരിത്താസ് ഹോസ്പിറ്റലുമാർ പറയും കീമോയ്ക്ക് വരുമ്പോൾ ഇത്ര സന്തോഷമായിട്ടുള്ളവരാണ് എൻ്റെ. ഡോക്ടർ പറയും, കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയപ്പോൾ ഒരു കൊച്ചു ടീഷർട്ടൊക്കെ ഇട്ടു. അതിനകത്ത് നല്ല ക്യൂട്ട് കളഞ്ഞു. ഇവിടുത്തെ മോൾ എനിക്ക് മേടിച്ചു തന്നു. ഇട്ട് ഞാൻ വീൽ ചെയറിൽ അവരെന്നെ ഉരുട്ടിക്കൊണ്ട് വരുമ്പോൾ ഡോക്ടർ ഞാൻ ക്യൂട്ട് കേളോ, ഇങ്ങോട്ട് വന്ന് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. എന്നിട്ട് പുള്ളി തന്നെ പറയാം, ഞാൻ കണ്ണാടിയൊക്കെ എടുത്ത് മാറ്റിട്ടല്ലേ ഞാൻ കിളവനാന്ന് തോന്നി. നിന്നെ കാണുമ്പോൾ നീ വ്യത്യസ്തയാണെന്ന് പറയണം. നിന്റെ മേലുള്ള അഭിഷേകം അത് വിളിച്ചു പറയാം. യു ആർ നോട്ട് വൺ ഓഫ് ദം, യു ആർ ഡിഫറെന്റ്. യു ആർ നോട്ട് വൺ ഓഫ് ദം, യു ആർ ഡിഫറെന്റ്. യു ആർ മെന്റ് ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി ദൈവത്താൽ നിയമിക്കപ്പെട്ടവളാണ് നീ. നിന്റെ നിയോഗം തിരിച്ചറിയാം. അതിന്റെ ദൈവത്തിന്റെ പ്രൊവിഷനുണ്ട്. ദൈവത്തിന്റെ കാര്യം നിന്നോട് അത് പൂർത്തിയാക്കണം. നല്ലവളും വിശ്വസ്തയായ ദാസി എന്നുള്ള വിളി നമുക്ക്. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ കർത്താവിൻ്റെ ആശീർവാദം എന്നെ കേട്ടവർക്ക് ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവും ഒന്നിനും അറിയിക്കുന്നു. ഗാഡ് ബ്ലസ് യു, ഗാഡ് ബ്ലസ് യു, ഗാഡ് ബ്ലസ് യു. നാളെ എൻ്റെ കീമോയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ഇനിയൊരു കീമോ ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ദൈവത്തിന് ഇഷ്ടമെങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ കർത്താവിൻ്റെ ഇഷ്ടം മാത്രം നടക്കണം. ഇതിനകത്തെല്ലാം പിടിച്ചിരിക്കാൻ എനിക്ക് കൃപ. നിങ്ങളുടെ പ്രാർത്ഥന പിന്നെയും ചോദിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി. ഗാഡ് ബ്ലസ് യു, ഗാഡ് ബ്ലസ് യു, ഗാഡ് ബ്ലസ് യു. താങ്ക് യു ആൻറ്റി. കർത്താവെ ധാരാളം